Good morning, Shejila ma'am. Good Hello. morning. Start ചെയ്യാം. ചെയ്യാം. ക്ലിയർ ആണല്ലോ അല്ലേ ഞാൻ പറയുന്നത്? ക്ലിയർ ആണ്. ഓക്കെ. ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. Morning, ma'am. ഗുഡ് മോർണിംഗ്. എല്ലാവരും Morning. ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ട് ഇരിക്കുന്നില്ല എല്ലാവരും? Happy ആണോ? Yes, happy ആണ്. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് ഷെജീല എന്നാണ്. കുറെ പേർക്കൊക്കെ എന്നെ അറിയായിരിക്കും. കൗൺസിലറാണ്, റെമഡിയൽ ട്രെയിനറാണ്. വിംബിൾ അക്കാഡമിയിൽ ഓഫ്ലൈൻ റെമഡിയൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ദ ഹാബിറ്റ് ഓഫ് വൺ ലാസ്റ്റ് ട്രൈ. അത് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെന്നാ മനസ്സിലാവുന്നതില്? ദ ഹാബിറ്റ് ഓഫ് വൺ ലാസ്റ്റ് ട്രൈ എന്ന് പറയുമ്പോൾ Not to give up. അത് ഈ പറഞ്ഞ പോലെ തന്നെ ടോപ്പിക്കിന്റെ ആ ഒരു ഇതുപോലെ തന്നെയാണ്. നമ്മളിൽ പലരും ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയതിന് ശേഷം ലാസ്റ്റ് ഒരു തവണയും കൂടെ ശ്രമിച്ചു നോക്കിയിട്ട് സക്സസിലേക്ക് എത്തിയിട്ടുള്ളതുണ്ടാവില്ലേ? നമുക്ക് നമ്മുടെ ലൈഫിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ അങ്ങനെയായിരിക്കും അല്ലേ? അതുപോലെ തന്നെ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ട് എന്നെ കൊണ്ടത് നടക്കുന്നില്ല, അല്ലെങ്കിൽ ഇനി എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് എന്ന് വിചാരിച്ചിട്ട് ഉപേക്ഷിച്ച് പോയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? Yes, ma'am. അല്ലേ? അപ്പോ നമ്മുടെ ലൈഫിൽ ഭൂരിഭാഗം കാര്യങ്ങളും നടക്കുന്നത് എങ്ങനെയായിരിക്കും? അവസാന ശ്രമം ഒരിക്കൽ കൂടി നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ടും ചിലപ്പോൾ നമുക്ക് സക്സസിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. അതിനുശേഷം ഒരിക്കൽ കൂടി ഒന്ന് ശ്രമിക്കുമ്പോഴായിരിക്കും അതൊരു സക്സസിലേക്ക് വന്നിട്ടുണ്ടാവുക. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും പറയാനുണ്ടാവും. അപ്പോൾ ഈ വൺ ലാസ്റ്റ് ട്രൈ എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം വിചാരിച്ചിട്ട് നടക്കാതെ പോയി, നമുക്ക് പെട്ടെന്ന് ഒന്നിനും ഒരു സക്സസ് പെട്ടെന്ന് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മൾ ഒരിക്കൽ കൂടി ശ്രമിച്ചിട്ട് സക്സസിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ പലരും ചില സമയത്ത് ഈ ഒരു സക്സസിലേക്ക് നമ്മൾ കുറേ സ്റ്റെപ്സ് ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ടാവും, മുന്നോട്ട് പോയിട്ടുണ്ടാവും, ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഒരു 90% അല്ലെങ്കിൽ 99% നമ്മൾ അതിലേക്ക് കാര്യങ്ങൾ ചെയ്തിട്ട് ചിലപ്പോൾ 1% ബാക്കി നിൽക്കുന്ന സമയത്തായിരുന്നു നമ്മൾ ഇത് ഒഴിവാക്കിയിട്ടുണ്ടാവും, നമ്മളെ കൊണ്ട് നടക്കൂല എന്ന് പറഞ്ഞിട്ട് അല്ലേ? അപ്പോൾ അത്തരം കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് പലരുടെയും കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ടാലന്റഡ് ആയിരിക്കും, അതുപോലെ തന്നെ ഇന്റലിജൻസ് ഉണ്ടാവും, ക്വാളിഫൈഡ് ആയിരിക്കും. എന്നിട്ടും പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ സക്സസിലേക്ക് വരാൻ പറ്റാറില്ല. ഇവിടെ ടാലന്റ് അതിനോടൊപ്പം തന്നെ കൺസിസ്റ്റൻസിയും ആവശ്യമാണ്. അതായത് നമ്മൾ ഈ ഒരു ശ്രമം നടത്തുമ്പോൾ ഓരോ പരാജയം നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് വീണ്ടും വീണ്ടും പരിശ്രമിക്കാനുള്ള ഒരു നമുക്ക് ശ്രമിക്കാൻ തോന്നുക. അതുപോലെ തന്നെ ഇന്റലിജൻസ്, അതോടൊപ്പം തന്നെ പെർസിസ്റ്റൻസ് ആയിരിക്കുക. നമ്മളത് നേടിയെടുത്തേ പറ്റുള്ളൂ, നമ്മളത് നേടും എന്നുള്ളൊരു വാശിയും കൂടെ നമ്മൾക്ക് അതില് ഉണ്ടാവണം. ഇനി ഈ ഒരു ശ്രമം നമ്മൾ ഒരുപാട് തവണ ശ്രമിച്ചിട്ടും ഉപേക്ഷിച്ച് പോകുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെ ഉപേക്ഷിച്ച് പോകുന്നതിന് ഉണ്ടാവുന്ന കുറച്ച് കാരണങ്ങളുണ്ട്. നമ്മൾ അത് ഡ്രോപ്പ് ചെയ്ത് പോകുന്നതിനുള്ള കുറച്ച് കാരണങ്ങൾ സൈക്കോളജിക്കലി എടുത്ത് നോക്കിക്കഴിഞ്ഞാല് കുറച്ച് കാരണങ്ങളുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വരുന്നത് തന്നെയാണ് സെൽഫ് ഡൗട്ട് എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം വിചാരിച്ചിട്ട് അത് കിടക്കുന്ന സമയത്ത് നമുക്ക് കുറേ നെഗറ്റീവ് തോട്ട്സ് വരും. നമ്മളെ കൊണ്ട് ഇത് നടക്കോ, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ, ഞാൻ അതിന് ഏബിൾ ആണോ, എനിക്ക് അതിനുള്ള നോളജ് ഉണ്ടോ എന്നൊക്കെയുള്ള ഒരുപാട് ഡൗട്ടുകൾ വരാറുണ്ട്. അത് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ നെഗറ്റീവായിട്ട് ചിന്തിക്കും. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ചിലപ്പോൾ നല്ല വഴികളൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരില്ല, അതെങ്ങനെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള.
അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യത്തിൽ പെട്ട ഒന്നാണ് ഈ സെൽഫ് ഡൗട്ട് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഫെയിലിയർ ആണ്. നമുക്ക് ഇതുപോലെ തന്നെ സെൽഫ് ഡൗട്ട് നമ്മുടെ ഉള്ളിലുള്ളിടത്തോളം കാലം നമുക്ക് നല്ല പേടി ഉണ്ടാവും. പല റിസ്കുകളും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ വരില്ലേ, മുന്നോട്ട് കുറെ തടസ്സങ്ങൾ ഉണ്ടാവും. അപ്പൊ ആദ്യം തന്നെ നമ്മൾ അതിൽ ആ ഒരു സക്സസ് അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും എന്ന് ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റോ, അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു പേടി, അതിലേക്ക് ഇറങ്ങാനുള്ളൊരു പേടി ഉണ്ടെങ്കിലും എന്ത് ചെയ്യും നമ്മൾ ഈ ഒരു കാര്യം അപ്പൊ തന്നെ ഉപേക്ഷിച്ച് പോകും. അതുപോലെ തന്നെ എക്സ്പെക്ടേഷൻ, റിസൾട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് അതിനുള്ള റിസൾട്ട് വേണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ബാക്ക് പോവും. അതെങ്ങനെ, പല കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് അപ്പൊ തന്നെ റിസൾട്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലത് ഷോർട്ട് ടേം ആയിരിക്കും, ചിലത് ലോങ് ടേം, കുറച്ച് ടൈം എടുക്കും. അപ്പൊ അതിനുള്ളിൽ കുറെ പ്രോസസ്സ് ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കാതെ ആ ഒരു നമ്മൾ ചെയ്യുന്നതിനുള്ള റിസൾട്ട് അപ്പൊ തന്നെ വേണം എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് ഫോക്കസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവില്ല, നമുക്ക് ഒരു ശ്രമം കൂടി നടത്തി നോക്കാൻ അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങാൻ തന്നെ നമുക്ക് തോന്നാറില്ല. അതുപോലെ തന്നെയാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. സ്വയം കമ്പയർ ചെയ്യും, നമ്മുടെ കഴിവിനെ കുറിച്ചിട്ടായാലും അല്ലെങ്കിൽ വേറൊരാള്. ഇപ്പോൾ സെയിം ടൈമിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. സെയിം ടൈമിൽ രണ്ടുപേര്, ചിലപ്പോൾ 2 ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറൊരാളുടെ ഒരു സക്സസ് കണ്ടിട്ട് അത് നമ്മൾ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. അപ്പോ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മളെക്കാൾ കൂടുതൽ മറ്റുള്ളവര്, കൂടെയുള്ള ആള് പെട്ടെന്നൊരു ഡെവലപ്മെന്റോ അല്ലെങ്കിൽ ഗ്രോത്തിലേക്കോ എത്തി. നമ്മൾ കുറച്ച് സ്ലോ ആയിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കമ്പയർ ചെയ്യാണ്, അത് എന്നെ കൊണ്ട് ചിലപ്പോൾ നടക്കാത്ത കാര്യമായിരിക്കും, അല്ലെങ്കിൽ എനിക്കത് സാധിക്കോ എന്നൊക്കെ തോന്നിയിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതായത് അവിടെ നമ്മൾ എഫേർട്ട് എടുക്കാനല്ല നോക്കുന്നത്, അവരുമായി കമ്പാരിസൺ നടക്കുന്ന സമയത്ത് അതിന്റെ കാരണങ്ങൾ എന്താണെന്നോ മുന്നോട്ട് പോകാൻ എന്തൊക്കെ ചെയ്യണമെന്നോ അതൊന്നും ചിന്തിക്കാതെ ആ ഒരു കമ്പയറിങ്ങിൽ നമ്മൾ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെയാണ് മെന്റൽ ഫാറ്റിക് എന്ന് പറയുന്നത്. മെന്റൽ ഫാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതെ. ഇപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ, സെൽഫ് ഡൗട്ട് ആയാലും ഫിയർ ആയാലും ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മൈൻഡിന് ഉണ്ടാകുന്ന ഓവർ സ്ട്രെസ്, അതുപോലെ ഓവർ തിങ്കിങ്, പിന്നെ ഫിയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ബ്രെയിനിന്റെ അമിത ഉപയോഗം, നമ്മൾ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടിയിട്ട് ഉണ്ടാകുന്ന മനസ്സിനുണ്ടാകുന്ന ഒരു ക്ഷീണം, ഒരു മടുപ്പ് എന്ന് പറയാം, ക്ഷീണം, തളർച്ച എന്നൊക്കെ പറയാം. അതുണ്ടായിക്കഴിഞ്ഞാലും നമുക്ക് കുറെ ഐഡിയാസ് വേണമല്ലോ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഇതൊന്നും നമ്മുടെ മൈൻഡിലേക്ക് വരാതാവുമ്പോൾ നമുക്ക് ഇതിലേക്കൊന്നും കടക്കാനായിട്ട് പറ്റില്ല. അതായത് നമ്മൾ ഉദ്ദേശിച്ച കാര്യം, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു കാര്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ തുടങ്ങുക പോലും ചെയ്യൂല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളൊരു കാര്യം വിചാരിക്കുന്ന സമയത്ത് അത് ചെയ്യാനായിട്ട് അതിൽ നിന്ന് നമ്മൾ പിൻവാങ്ങാനുള്ള ഒരു സാധ്യത ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി ഈ ഒരു 1 ലാസ്റ്റ് ട്രൈ ഹാബിറ്റ് കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മളത് ചെയ്യുന്നത് കൊണ്ട്, ഒരിക്കൽ കൂടി നമ്മളത് ട്രൈ ചെയ്യുന്നത് കൊണ്ട് എന്ത് മാറ്റമാണ് നമ്മൾക്ക് അതിൽ വരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ റീട്രെയിൻ ചെയ്യുന്നുണ്ട്, അല്ലേ? റീട്രെയിൻ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഒരിക്കലും നമ്മളെ കൊണ്ട് നടക്കൂല, എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് എന്ന് വിചാരിക്കുന്ന ഒരു കാര്യത്തിനെ നമ്മൾ ചേഞ്ച് ചെയ്യണം. അവിടെ റീട്രെയിൻ ചെയ്യുന്ന സമയത്ത് അതിനെ അതിന്റെ വളർച്ചയിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നാണ് നമ്മൾ അവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രെയിനിനെ അവിടെ റീട്രെയിൻ ചെയ്യുന്നുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നമ്മളുടെ മനസ്സിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യത്തിനെ, ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യത്തിനെ പോസിബിൾ ആക്കി മാറ്റാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും.
നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിനും ഇടയിൽ കുറെ പ്രോസസ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോ സ്റ്റെപ്പ് കടക്കുമ്പോഴും ഓരോ സ്റ്റെപ്പ് കടക്കുമ്പോഴും അതിന് സക്സസ് ഉണ്ടാവുന്ന സമയത്ത് ബ്രെയിൻ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഒരു മോട്ടിവേഷൻ കിട്ടും, സെൽഫ് മോട്ടിവേറ്റഡ് ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിയൽ ലൈഫിൽ ഒരുപാട് ആൾക്കാര്, ഫേമസ് ആയിട്ടുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് ആൾക്കാര് ഈ ലാസ്റ്റ് ട്രൈ ഹാബിറ്റ് കൊണ്ട്, വൺ ലാസ്റ്റ് ട്രൈ, അതായത് ഒരിക്കൽ കൂടി, ഓരോ തവണ ചെയ്യുമ്പോഴും അത് അവിടെ അവസാനത്തെ ട്രൈ അല്ല, ഒരിക്കൽ കൂടി എന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുടെ എക്സാമ്പിൾ ലൈഫ് സ്റ്റോറീസ് ഉണ്ട്. അതിൽ ഒന്ന് രണ്ടെണ്ണം നമുക്ക് നോക്കിക്കഴിഞ്ഞാല് തോമസ് എഡിസൺ, അദ്ദേഹം നമ്മുടെ ലോകത്തിന് വേണ്ടി സംഭാവന ചെയ്തത് എന്താണെന്ന് അറിയോ? അദ്ദേഹത്തിന്റെ പരിശ്രമത്തിലൂടെ ബൾബ്. അതെ, ഇലക്ട്രിക് ബൾബാണല്ലോ അദ്ദേഹം ഇൻവെന്റ് ചെയ്തത്. അത് അദ്ദേഹത്തിന്റെ ആയിരക്കണക്കിന് ശ്രമങ്ങൾക്ക് ശേഷമാണ് ആ ഒരു കാര്യത്തിലോട്ട് അദ്ദേഹം എത്തിയത്. അപ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഐ ഡിഡ്ന്റ് ഫെയിൽ 1000 times, I found 1000 ways that didn't work. ഞാൻ 1000 തവണ, നമ്മൾ പറയില്ല ഓരോ തവണയും അത് പരാജയപ്പെട്ടിട്ടാണ് പിന്നീട് വന്നതെന്ന് പറയുന്നതിന് പകരം അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഞാൻ 1000 തവണ പരാജയപ്പെട്ടിട്ടില്ല, നമ്മൾ പരിശ്രമിക്കാത്ത 1000 വഴികൾ കണ്ടെത്തി എന്നാണ് പറയുന്നത്. അദ്ദേഹം ആയിരക്കണക്കിന് ടൈം ഇത് പരീക്ഷിച്ചു ഡ്രോപ്പ് ആയി പോയിട്ട് പിന്നീട് ഒരു 1001ാമത്തെ തവണയായിരിക്കും അത് സക്സസിലേക്ക് വന്നത്. അപ്പൊ അതൊന്നും പരാജയമല്ല, ആ 1000 അത്രയും പോയത് അതിനുള്ള വഴികൾ കണ്ടെത്തായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേണൽ ഹാർലാൻഡ് സാൻഡേഴ്സ്, കേട്ടിട്ടുണ്ടത്? അദ്ദേഹം ചെയ്തത് എന്താണെന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു റെസിപ്പി ഉണ്ടായിരുന്നു, ചിക്കൻ റെസിപ്പി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ വേറെ സ്റ്റോറീസ് ഉണ്ട് കേട്ടോ. അവര് ട്രൈ ചെയ്തതിന്റെ വലിയൊരു സ്റ്റോറീസ് ഉണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഒരു ഇത് മാത്രം പറയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ചിക്കൻ റെസിപ്പി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ. അപ്പൊ അദ്ദേഹം അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ്സിനെ സമീപിച്ചു. അപ്പൊ അവര് ഒരു 100ഓളം റെസ്റ്റോറന്റ് അത് തള്ളിക്കളഞ്ഞു, റിജക്റ്റ് ചെയ്തു. അതെ, KFC. അപ്പോ അദ്ദേഹത്തിന്റെ 65ാമത്തെ വയസ്സിലാണ് ഇങ്ങനെ കുറെ റെസ്റ്റോറന്റുകൾ ഇത് തള്ളിക്കളഞ്ഞതിന് ശേഷം ഒരു ചെറിയ ഒരു റെസ്റ്റോറന്റിന്റെ ഉടമയാണ് ഇത് ഓക്കെ പറഞ്ഞത്. അതിനുശേഷം കെൻടക്കി ഫ്രൈഡ് ചിക്കൻ, KFC എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് വന്നത്. ഇപ്പൊ നമുക്കറിയാല്ലേ, ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെ ഉണ്ടായത് അദ്ദേഹത്തിന്റെ ആ ഒരു 65ാമത്തെ വയസ്സിൽ. അതിന് മുന്നേ കുറെ ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിട്ട് ഫ്ലോപ്പ് ആയി പോയതായിരുന്നു. അപ്പോ ഇങ്ങനെ ഓരോരുത്തരും അവരുടെ ശ്രമങ്ങള് അവിടെ ഉപേക്ഷിച്ചു പോയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ചില ആക്ടേഴ്സ് ഫഹദ് ഫാസിൽ, നിവിൻ പോളി, അങ്ങനെയുള്ളവരുടെ ഒരു ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാലേ, ഫസ്റ്റത്തെ ഫിലിമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഒരു ഫ്ലോപ്പ് ആയിട്ട് അല്ലേ, അത് അവർക്ക് ടാലന്റ് ഇല്ലാഞ്ഞിട്ടോ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാഞ്ഞിട്ടോ ഒന്നല്ല അല്ലേ. ഫഹദിന്റെ കാര്യമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഫേമസ് ആയിട്ടുള്ള ഒരു ഡയറക്ടറിന്റെ മോനാണ്, അതെ, പൃഥ്വിരാജ്. അങ്ങനെ കുറെ പേരുണ്ട്. അതെ, അങ്ങനെ കുറെ ആളുകളുണ്ട് ഇതുപോലെ. ഫസ്റ്റിൽ നമ്മൾ വന്ന സമയത്ത് ഈ ഫഹദിനൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, അഭിനയിക്കാൻ അറിയാത്ത അല്ലെ, ആ രീതിയിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അവര് അത് ഉപേക്ഷിച്ച് പോവാതെ വീണ്ടും ട്രൈ ചെയ്ത്, വീണ്ടും ഇംപ്രൂവ് ചെയ്ത് കുറെ കാര്യങ്ങൾ അതിലേക്ക് പഠിച്ച് ആ ഒരു വാശി, എനിക്ക് ആ ഒരു ഫീൽഡിൽ നിൽക്കണം എന്നുള്ള വാശി, എഫേർട്ടോട് കൂടി തിരിച്ചു വന്നിട്ട് ഇപ്പൊ അവരുടെ മലയാള സിനിമയിലുള്ള അവരുടെയൊക്കെ സ്ഥാനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാലേ. അപ്പോ
ഇത്തരം കുറെ നമുക്കറിയാം ഒരുപാട് ആൾക്കാരുടെ ഇതുപോലെ സക്സസ് അവരൊക്കെ വൺ ലാസ്റ്റ് ട്രൈ, ഒരിക്കലും ലാസ്റ്റ് ട്രൈയിൽ വന്നവരായിരിക്കില്ല അവര്. ഓരോ തവണ പരാജയപ്പെടുമ്പോഴും അല്ലെങ്കിൽ അവർക്ക് അവർ ഉദ്ദേശിച്ച സക്സസിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ വൺ ലാസ്റ്റ് ട്രൈ, വീണ്ടും വീണ്ടും ട്രൈ ചെയ്തിട്ട് വന്നിട്ടുള്ള ആളുകളാണ് അതൊക്കെ. ഇവരൊക്കെ എന്ന് പറഞ്ഞാല് ആ ഒരു വൺ ലാസ്റ്റ് ട്രൈ കൊണ്ട് കരിയർ ബിൽഡ് ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇനി ഈ ഒരു വൺ ലാസ്റ്റ് ട്രൈ ഹാബിറ്റ് എങ്ങനെ നമുക്ക് ശീലാക്കാന്നുള്ളത് നോക്കാം അല്ലേ. ഒന്നാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് സെറ്റ് മിനി ഗോൾസ്. നമുക്കറിയാലേ മിനി ഗോൾസ് സെറ്റ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതൊരു വലിയൊരു പ്രോസസ് ആയിരിക്കും, വലിയൊരു കാര്യമായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് ഇപ്പൊ നമ്മള് അതിനെ കുറിച്ചിട്ട് അതിന്റെ എൻഡ് റിസൾട്ട് ഒക്കെ നോക്കുന്ന സമയം അതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര അങ്ങനെ ചെയ്യണം, അതിന്റെ ഉള്ളിൽ കുറെ കാര്യങ്ങളുണ്ട്, ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 സ്റ്റെപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ചെറിയ ചെറിയ ടാസ്കുകളാക്കി മാറ്റിയതിന് ശേഷം ഓരോ സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റിലേക്ക് കടക്കുക. അപ്പൊ ആ ഒരു നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മിനി ഗോൾ ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കടക്കുമ്പോൾ നമുക്ക് അത് കഴിഞ്ഞു എന്നുള്ളൊരു ആശ്വാസം നമുക്ക് കിട്ടാറുണ്ട് അല്ലെ. ഒരു ചെറിയ സ്റ്റെപ്പായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ അതിൽ ഓരോ സ്റ്റെപ്പും പൂർത്തിയാക്കുന്ന സമയത്ത് നമുക്ക് ഒരു മോട്ടിവേഷൻ ലഭിക്കുന്നുണ്ട്, ഒരു കോൺഫിഡൻസ് ലഭിക്കുന്നുണ്ട്, ഒരു ഹാപ്പിനെസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നെക്സ്റ്റ് അപ്പൊ ഒരു പകുതി പണി കുറഞ്ഞ പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ മിനി ഗോൾസ് സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് അതിനെ ചെയ്യാവുന്നതാണ്. സെക്കൻഡ് വരുന്നത് 2 മിനിറ്റ് റൂളാണ്. 2 മിനിറ്റ് റൂള് എന്താണെന്നറിയോ? രണ്ട് മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ആക്കാവുന്ന കാര്യമാണെങ്കിൽ മാറ്റി വെക്കരുത്. അതെ, ചെറിയൊരു ടൈം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ മാറ്റി വെക്കാതിരിക്കുക. ഇപ്പൊ നമ്മൾ ഏതൊരു കാര്യം എടുത്തു കഴിഞ്ഞാലും വലിയ കാര്യങ്ങൾ, വലിയൊരു ടാസ്ക് ഉണ്ടാവും, അതുപോലെ തന്നെ അതിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ചെറിയ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് ഈ ഒരു ചെറിയ ടൈം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നാളെ ചെയ്യുക, പിന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കാതെ അപ്പൊ തന്നെ ചെയ്യാന്നുള്ളത് നമ്മളുടെ റിയൽ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട ഒരു റൂൾ കൂടിയാണ്. ഇപ്പോൾ ടൈം മാനേജ്മെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതിൽ പറയുന്നതാണ് ഈ ഒരു 2 മിനിറ്റ് റൂൾ എന്ന് പറയുന്നത്. നമ്മളൊരു എക്സാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക, കമ്പനിയിലെ മാനേജർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ പെട്ടെന്ന് അർജന്റ് ഒരു മീറ്റിംഗ് നാളെ വെക്കണം എന്ന് വിചാരിക്കുക. അപ്പൊ അവിടുത്തെ ഓണർ അല്ലെങ്കിൽ അവിടുത്തെ MD നമ്മളടുത്ത് പറയാണ് നാളെ ഒരു മീറ്റിംഗ് സെറ്റ് ചെയ്യണം എന്ന് പറയും. അപ്പോൾ ഇയാൾ ഓൾറെഡി സ്ട്രെസ് ഒക്കെ ആയി വർക്ക് ലോഡൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്കൊക്കെ വന്ന സമയത്തായിരിക്കും ഇങ്ങനെ ഒരു മെസ്സേജ് കാണുന്നത്. അപ്പോൾ ആള് അതിന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നീട് അത് മറന്നു പോകും. ഈ പറഞ്ഞ സ്റ്റാഫുകളിലേക്ക് ഇത് എത്തിച്ചാൽ മാത്രമാണ് അവർക്ക് നാളെ അതിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ നടത്താൻ പറ്റുള്ളൂ അല്ലെ, ടൈമൊക്കെ. അപ്പോൾ ആ ഒരു ടൈമിൽ അപ്പൊ കിട്ടുന്ന ആ ഒരു മെസ്സേജ് ജസ്റ്റ് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ആ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്ത് ടൈം പറയേണ്ട കാര്യം ഉണ്ടാവുള്ളൂ. അതിന് നാളെ ചെയ്യല്ലേ, രാവിലെ ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുക, എന്റെ ക്ഷീണം മാറിയിട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് മാറ്റി ചിലപ്പോൾ മറന്നു പോകും, അത്രയും അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ടൈമിൽ അപ്പൊ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് ചില കോളുകൾ നമ്മൾ ഇതുപോലെ മറക്കാറുണ്ട് അല്ലേ. ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് അതിപ്പോ വിളിച്ച് പറയേണ്ട ഒരു കാര്യമായിരിക്കും, നമ്മളോട് ഒരാൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് അപ്പൊ ഓർമ്മ ഉണ്ടാവും അതപ്പൊ വിളിക്കാന്ന്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഇത് കഴിഞ്ഞിട്ട് വിളിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ട് അത് നടക്കാണ്ട് പോയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാണ്ട്. അപ്പൊ ഈ 2 മിനിറ്റ് റൂൾ നമ്മൾ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളിലും എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ പറ്റാതിരിക്കും. അതുപോലെ തന്നെ ഈ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിനത്രയും ഇമ്പോർട്ടൻസും ഉണ്ടാവും അല്ലെ. അപ്പൊ അത് ടൈം മാറ്റി വെക്കാതെ അപ്പൊ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് സെൽഫ് ടോക്ക്. അതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ സെൽഫ് അഫർമേഷൻ. നമുക്കറിയാം സ്വയം നമ്മൾ മോട്ടിവേറ്റഡ് ആവാനും ഒക്കെ ഉള്ള അഫർമേഷൻ, പോസിറ്റീവ് അഫർമേഷൻ. നമുക്കത് സാധിക്കും എന്നുള്ള നമ്മൾ നല്ലൊരു പ്ലാനിങ്ങിലൂടെ ആയിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അതിൽ ഫോക്കസ് ചെയ്ത് അത് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റും എന്നുള്ള ആ ഒരു പോസിറ്റീവ് അഫർമേഷൻ നമ്മൾ ചെയ്യാം. അതുപോലെ തന്നെ വരുന്നതാണ് ഫെയിലിയറിനെ പ്രോഗ്രസ് ആയി കാണാന്നുള്ളത്.
നമ്മൾ ഫെയിലിയർ ഉണ്ടാവുന്ന സമയത്ത് മടുത്തു പോയിട്ട് അല്ലെങ്കിൽ ഇനി എന്നെ കൊണ്ട് നടക്കില്ല എന്ന് പറയുന്നതിനേക്കാളും നമ്മൾ ഈ ഓരോ ഫെയിലിയർ ഉണ്ടാവുന്ന സമയത്തും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ടി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ നമ്മൾക്ക് ആ ഒരു മൈൻഡ് സെറ്റും കൂടി ഉണ്ടാവണം. ഫെയിലിയറിനെ അതൊരു പ്രോഗ്രസ് ആക്കി അല്ലെങ്കിൽ ഗ്രോത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ പറ്റണം എന്നുള്ള. അപ്പൊ നമ്മള് സെർച്ചിങ്ങിലായിരിക്കും അല്ലെ. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആ ഒരു സ്റ്റെപ്പ് നമ്മൾക്ക് പരാജയപ്പെട്ടെന്ന് വെച്ചിട്ട് നമ്മൾ അതിൽ കുടുങ്ങി കിടക്കൂലേ. നമ്മൾ മുന്നോട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് ഇപ്പോൾ ചെയ്തതിനേക്കാൾ എവിടെയാണ് നമുക്ക് പോയത് അതിനെ നമ്മൾ വീണ്ടെടുക്കാനുള്ള പുതിയ സ്റ്റെപ്പ് അല്ലെങ്കിൽ പുതിയ ടെക്നോളജി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡ് മാറ്റണോ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് പുതിയ വഴികൾ കണ്ടെത്തും. അപ്പൊ അതൊരു പ്രോഗ്രസ്സിലേക്ക് വരും. അവിടെ വെച്ച് ശ്രമം ഉപേക്ഷിക്കരുത് എന്ന്. അവിടെ നമ്മൾ അതിനെ പ്രോഗ്രസ് ആക്കി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സക്സസിലേക്ക് എത്താനായിട്ട് സാധിക്കും. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലൈൻ ചേഞ്ചിങ് ടെക്നിക്. അതെന്താണെന്നറിയോ? സ്റ്റോപ്പ് ലൈൻ ചേഞ്ചിങ് ടെക്നിക് കേട്ടിട്ടുണ്ട്? അത് ബൗണ്ടറീസ് വെക്കാതിരിക്കലാണ്. അതെ. സ്റ്റോപ്പ് ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് നമ്മളൊരു സ്റ്റോപ്പ് ലൈൻ ഒക്കെ ഇട്ടിട്ടുണ്ടാവും. എന്നെ കൊണ്ട് അത്രയും നടക്കുള്ളൂ, അതിനപ്പുറം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്ന് അല്ലെ. ഒരു ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനെ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് അതിലേക്ക് വന്ന് ഇനി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ചേഞ്ചിങ് ആണ് നമ്മൾ ഇവിടെ ഈ ഒരു സ്റ്റോപ്പ് ലൈൻ ചേഞ്ചിങ് ടെക്നിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ ഒരു വൺ ലാസ്റ്റ് ട്രൈ ഹാബിറ്റ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ജീവിതത്തില് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈഫിൽ വലിയ വിജയങ്ങൾ ഉണ്ടാവുന്നത് എപ്പോഴും വലിയ പരിശ്രമത്തിലൂടെ മാത്രമല്ല. അവിടെ നമ്മൾ ഉപേക്ഷിക്കാൻ പോകുന്ന സമയത്തുള്ള ചെറിയ അവസാന ശ്രമത്തിലും കൂടി നമുക്ക് ആ ഒരു സക്സസ് ഉണ്ടാവും. ചിലപ്പോ വലിയ ശ്രമങ്ങൾ നടത്തിയിട്ട് നടക്കാത്തൊരു കാര്യം ഒന്നുകൂടെ ചെറിയൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ നമുക്ക് അതിലേക്ക് വരാനായിട്ട് സാധിക്കുന്ന പല കാര്യങ്ങളും നമ്മളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. അപ്പോ വൺ ലാസ്റ്റ് ട്രൈ ഒരു ഹാബിറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഠനത്തിലും ജോലിയിലും റിലേഷൻഷിപ്പിലും ലൈഫിലും ഒക്കെ കുറെ ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ കൈവിട്ടു പോകുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, നമ്മൾ ഉപേക്ഷിക്കാം എന്ന് വിചാരിക്കുന്ന ആ ഒരു ടൈമില്ലേ, നമ്മൾ ഇതെന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉപേക്ഷിക്കാൻ പോകുന്ന ആ നിമിഷം എപ്പോഴാണോ ആ നിമിഷമാണ് നമ്മൾ ശ്രമിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിമിഷം എന്നാണ് പറയാം. അത് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ചില ആളുകളുടെ ലൈഫ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ പ്രോബ്ലംസ് കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന, എന്ത് നോക്കിയാലും നമുക്കൊരു വഴിയും കാണുന്നില്ല, ഇനി ഒന്നും ചെയ്യാനില്ല, ചിലർ മരിക്കാനൊക്കെ തീരുമാനിച്ചിരിക്കുന്ന ഒരു ടൈം ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ട് ഒരു വഴിയും ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും അവർ പെട്ടെന്ന് ഭയങ്കര ഒരു പവർഫുൾ ആയിട്ട് ഒരു തീരുമാനം എടുക്കുന്ന ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഒരു തീരുമാനം എടുക്കുന്ന അതെന്താന്ന് അവരുടെ ഒരു ട്രൈ ആണ്, അത് ഒരു ശ്രമം. അവർക്ക് അത് സക്സസ് ആവുമെന്ന് അറിയില്ല, അതിൽ മുന്നോട്ട് എങ്ങനെ പോകും എന്നൊന്നും അറിയില്ല. വരുന്നിടത്ത് വെച്ച് കാണാന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിലൂടെ അവരുടെ ജീവിതം മാറി മറിഞ്ഞിട്ടുള്ള കുറെ കണ്ടിട്ടില്ലേ? നമ്മളുടെ ചുറ്റുമായാലും നമ്മൾ ഓരോ കേസുകൾ ഇപ്പൊ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. അല്ലെങ്കിലും നമ്മൾ ഓരോ കഥകൾ സ്റ്റോറികളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ഈ ഒരു എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചിരുന്നിടത്തുനിന്ന് ഒരു ശ്രമം നടത്തിയിട്ട് സക്സസ് ആയിട്ട് അല്ലെങ്കിൽ അതിലോട്ട് മുന്നോട്ട് വന്നിട്ടുള്ള കുറെ ആളുകൾ ആണ് അവരൊക്കെ. ഇപ്പൊ ഇത് പറഞ്ഞപ്പോ ഞാൻ എൻ്റെ ഒരു വൺ ലാസ്റ്റ് ട്രൈ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. എനിക്ക് ഡ്രൈവിംഗ് എന്ന് പറയുന്ന കാര്യം ഭയങ്കര പേടിയായിരുന്നു. അതായത് എനിക്ക് ട്രൈ പോലും ചെയ്തു നോക്കാൻ പറ്റാത്ത ഒരു സമയം ഉണ്ടായിരുന്നു. അത് ചെറുപ്പത്തിൽ കുറച്ച് ആക്സിഡന്റുകൾ കാണുക, പിന്നെ ആക്സിഡന്റ് ആയ ആൾക്കാരൊക്കെ ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ എന്താ പറയാ, നമ്മൾ ചെറിയ കാലത്ത് ചെറിയ പ്രായത്തിൽ നമ്മുടെ മനസ്സിലും പതിഞ്ഞു പോയിട്ടുള്ള കുറെ പിക്ചേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ.
വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ചു പോവുക അല്ലെങ്കിൽ ഇങ്ങനെ കിടപ്പിലായി പോവുക, അതൊക്കെ കണ്ടിട്ട് എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു ജോലി കൂടിയായിരുന്നു ഈ ഒരു ഡ്രൈവർ അല്ലെങ്കിൽ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പിന്നീട് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വന്ന സമയത്ത് ഇതൊക്കെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സമയമാണ്. ഇപ്പൊ എല്ലാവർക്കും നമ്മുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും അത്യാവശ്യം ഒന്ന് പുറത്തിറങ്ങാനൊക്കെ വേണ്ട ഒരു കാര്യമായിട്ട് വന്ന ഒരു സമയത്ത് എനിക്ക് എപ്പോഴും അതിലേക്ക് ഇറങ്ങാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു. ഈ പേടിയായിരുന്നു എന്നെ പിൻവലിച്ചു. ഞാൻ ഈ ഒരു ശ്രമം ഉപേക്ഷിക്കാനുള്ള ഒരു കാര്യം ഉണ്ടായി. പക്ഷെ പിന്നീട് നമ്മൾ മുന്നോട്ട് വന്ന സമയത്ത് അതെന്തായാലും വേണ്ട ഒരു കാര്യമാണ്. പിന്നെ എൻ്റെ കൂടെ ഉള്ളവരും എന്നിൽ താഴെ ഉള്ളവരും പിന്നെ കുറെ പ്രായമുള്ളവരൊക്കെ ഇത് ചെയ്യാൻ തുടങ്ങി. ഞാനിപ്പോഴും ആ ഒരു ലെവലിൽ നിൽക്കായിരുന്നു. എന്നിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ് ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ കുറച്ച് പോകണം, ഒരു കിലോമീറ്ററോളം നമുക്ക് പോകാനുണ്ട്. അപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോവാ, ബസ് സ്റ്റോപ്പിലേക്ക് പോവാ, അല്ലെങ്കിൽ നടന്നു പോവാ, ഓട്ടോ വിളിച്ചു പോവാ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് തോന്നും ഇതൊരു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്നും ഇങ്ങനെ ഒന്നും നടന്നോളന്നില്ല, നമ്മുടെ പെട്ടെന്നൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഇത് ആവശ്യമാണെന്നുള്ളത് മനസ്സിലായിട്ട് ഒരു 5-6 കൊല്ലം മുമ്പ് ഇതിന് ശ്രമിച്ചു. അതുപോലെ തന്നെ സംഭവം പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെയുള്ള ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ എനിക്കിത് പ്രാക്ടീസ് ചെയ്യാൻ ഇറങ്ങിയത് പ്രാക്ടീസ് ചെയ്യണ്ടേ, അതിനൊരു പേടി. അത് കുറെ നാൾ ഇതുപോലെ പേടിയായിട്ടിരുന്നു. പിന്നീട് ഞാൻ ഇങ്ങനെ ജോലിയിലേക്കൊക്കെ കടന്ന സമയത്ത് അതുപോലെ മക്കളൊക്കെ ആയി, അവർക്ക് ഇപ്പൊ സ്കൂളിലൊക്കെ പെട്ടെന്ന് ഒരു ആവശ്യം വന്ന് വയ്യായിക വന്ന് വിളിച്ചോണ്ടരാൻ നമുക്ക് ചില സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുപോലെ തന്നെ ഓട്ടോ ഒന്നും വിളിച്ചിട്ട് കിട്ടൂല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് അത്യാവശ്യമായിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കും നമ്മൾ ഇതിനെ കുറിച്ചിട്ട് ഇത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് ചിന്തിക്കാം. എന്നിട്ട് അതുപോലെ ട്രൈ ചെയ്തിട്ട് ഞാൻ ഒരിക്കലും ചെയ്യൂല എന്ന് തന്നെ വിചാരിച്ചു, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തൊരു കാര്യമാണ് ഈ പറഞ്ഞ എൻ്റെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ നിങ്ങൾക്കും ഉണ്ടാവും അല്ലെ, ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ നമ്മൾ ട്രൈ ചെയ്തിട്ട് നമുക്ക് തന്നെ തോന്നും ഇനി എന്നെ കൊണ്ട് നടക്കാത്തൊരു കാര്യമാണ്. അതുപോലെ സക്സസ് ആക്കിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പൊ നിലവില് നിങ്ങൾ നമ്മളെ കൊണ്ട് നടക്കുന്നില്ലാത്തൊരു കാര്യമാണെന്ന് വിചാരിച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് വീണ്ടും ചെയ്യാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് എല്ലാവരും അതിനെ എടുക്കുക. അങ്ങനെ ഉപേക്ഷിച്ചിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യാം. താങ്ക് യു ഓൾ. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ ഒരു 1 ലാസ്റ്റ് ട്രയല് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഇനി നിങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. താങ്ക് യു. ആരുല്ലേ? ചേച്ചിയില്ല, ഞാൻ പറഞ്ഞ പോലെ എനിക്കും ഡ്രൈവിങ് ഞാൻ ലൈസൻസ് എടുത്ത് വെച്ചിട്ട് കുറെ വർഷങ്ങളായി. പക്ഷെ ഇപ്പൊ അടുത്താണ് ഓടിച്ചു തുടങ്ങിയത്. പേടിക്കാൻ ഇതുപോലെ എനിക്ക് പേടിയായിട്ട് പിന്നെ ഒരു നിർബന്ധിത സാഹചര്യത്തില് എന്താണ് അങ്ങനെ പറയാം ഓടിക്കാൻ ഞാൻ തീരെ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. എനിക്ക് മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ഓടിച്ചു പോകുമ്പോ ഭയങ്കര ആഗ്രഹമാണ് ഓടിക്കണത്, പക്ഷെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഞാനിപ്പോ ഓടിക്കുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കണ്ട വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇതുപോലെ വരുമ്പോ ഞാൻ വിചാരിക്കും ഡ്രൈവിങ് ഞാൻ ഇങ്ങനെയല്ലേ വിചാരിച്ചിരുന്നത്, പറ്റൂലെന്ന് വിചാരിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റിയാലോ, അപ്പൊ പിന്നെ ഇതും പറ്റും അങ്ങനെ വിചാരിക്കും. അതെ, കറക്റ്റ് ആണ് അത്. ഇപ്പൊ എനിക്ക് തന്നെ അത്ഭുതം തോന്നും ഞാനാണോ ചെയ്യുന്നത്. കാരണം അത്ര ഒരു സമയത്ത് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. ശരിക്കും നമ്മൾക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ ഒരു ആള് അല്ലെങ്കിൽ നമ്മളുടെ കൂടെ നല്ലൊരു ഫ്രണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയോ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അവര് നമ്മളെ കൂടെ ഉണ്ടാവും. പക്ഷെ എപ്പോഴും മൈൻഡ് നമ്മളുടേതല്ലേ. അങ്ങനെ ചിലപ്പോ പല മോട്ടിവേഷനിലൂടെ ആയിരിക്കും ഞാൻ അതുപോലെ വന്നതായി ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു കേട്ടത്. അപ്പോ ഞാൻ എപ്പോഴും ആലോചിക്കും ഞാൻ അത് ചെയ്തല്ലോ എന്ന്. അപ്പൊ ഇങ്ങനെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്നറിയോ, എനിക്ക് ലൈസൻസ് എടുക്കാൻ പോകാൻ ഭയങ്കര മടിയായിരുന്നു. മടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പൊ ഞാനത് ചെയ്തത് ഇലക്ട്രിക് വണ്ടി അതായിരുന്നു ഞാൻ എടുത്തത്. അപ്പൊ പിന്നെ ലൈസൻസിന്റെ ആവശ്യമില്ലല്ലോ, പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് പറ്റുന്ന സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാന്നുള്ളതാണ്. നമ്മളിങ്ങനെ ഡൗട്ട് അടിച്ചിട്ട് അത് പറ്റോ ഇത് പറ്റോ എന്നൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും പേടി തന്നെയായിരിക്കും ഉള്ളത്, നമ്മളെ വിട്ടു മാറൂല.
നമ്മൾ ട്രൈ ചെയ്യുക. ഇപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തു ഇങ്ങനെ പോകുന്നൊക്കെ ഉണ്ടെങ്കിലും പിന്നെ ഞാൻ ഇങ്ങനെ ഡബിൾ വെക്കാനൊന്നും പ്രത്യേകിച്ച് ഒരു പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ വീട്ടിൽ ഇങ്ങനെ ജസ്റ്റ് മോനെയൊക്കെ വെച്ചിട്ട് പോവാന്നല്ലാണ്ട് വേറൊരാളെ വെച്ചിട്ട് എനിക്ക് അതും ഭയങ്കര പേടിയാ. പക്ഷെ നമ്മൾ അതിലേക്ക് കടന്നു വന്നു കഴിയുമ്പോ എന്താ, ഞാനിപ്പോ അത് ചെയ്യാറുണ്ട്, ഡബിൾ വെക്കാറുണ്ട്. അപ്പൊ അപ്പോഴും ഞാൻ തോന്നും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ശരിക്കും നമ്മുടെ മൈൻഡിന്റെ ഒരു പ്രശ്നമാണ് അത്, അല്ലെ? നമ്മൾ കുറെ കാര്യങ്ങൾ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ച് കൂട്ടിയിട്ട് ചെയ്യുന്നതാണ് അത്. നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ സാധിക്കാവുന്നതേ ഉള്ളൂ. താങ്ക് യു സജ്ന. Good morning, Sujala ma'am. Very well explained. പിന്നെ ഇത് ശരിക്കും നല്ലൊരു ഇൻഫോർമേഷൻ ആയിരുന്നു. എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി. പിന്നെ ഈ എനിക്കിപ്പോ കറക്റ്റ് ആയിട്ട് ഞാൻ അങ്ങനെ മേ ബി ഞാൻ പല കാര്യങ്ങളും ലാസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ട്, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കൊരു ഫീൽ ആയത്, ഞാൻ കർണാടകയിൽ നിന്ന് ഇങ്ങനെ കേരളത്തിലേക്ക് വന്നപ്പോ ഞാൻ പറഞ്ഞ മാതിരി എപ്പോഴും എനിക്ക് എന്റെ മൈൻഡിൽ അത് സെറ്റ് ആയിട്ടുണ്ട്. ഇന്നലെയും ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ദാറ്റ് എനിക്ക് മലയാളം അറിയാത്ത കൊണ്ട് എനിക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് അങ്ങനെ കുറെ എക്സ്പീരിയൻസസും ഉണ്ടായിരുന്നു. കോളേജസിലൊക്കെ പോകുമ്പോൾ കുട്ടികൾ കോളേജിൽ പറഞ്ഞു, മാം കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊന്നും മനസ്സിലാവണില്ല, ഇപ്പോ മലയാളത്തിൽ പറഞ്ഞാലാണ് ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ അതുകൊണ്ട് ഞാൻ പക്ഷെ അവര് പറഞ്ഞത് കൊണ്ട് അത് ഗിവ് അപ്പ് ചെയ്തില്ല. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മലയാളം ട്രൈ ചെയ്ത് കോളേജ് ടീച്ചിങ്, പിന്നെ ഇപ്പോഴും ടീച്ചിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു മാം, ഇപ്പൊ ഈ ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ ഇതും പല സ്ഥലത്തും ട്രെയിനിങ് കോഴ്സ് ചെയ്തു, പക്ഷെ ഇപ്പോഴും എനിക്ക് ആ കോൺഫിഡൻസ് വന്നിട്ടില്ല. സോ ഞാൻ ഇത് ഈ വിംബിൾ അക്കാഡമി കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഇതൊരു ലാസ്റ്റ് ട്രൈ ഓവർകം ചെയ്യാൻ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. സോ ഹോപ്പ് ഐ വിൽ ബി ദെയർ. താങ്ക് യു മാം, വെരി നൈസ്ലി എക്സ്പ്ലെയിൻഡ്. താങ്ക് യു മാം. ഉറപ്പായിട്ടും സാധിക്കും. കാരണം ഈ ഒരു മോർണിംഗ് സർക്കിളിൽ മാം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, എല്ലാ ക്ലാസ്സുകൾക്കും പരമാവധി കയറാറുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ ഈ ഫീഡ്ബാക്ക് പറയുന്നത് ചെറിയ കാര്യമല്ല, അല്ലേ? ഓരോ ക്ലാസ്സിനും പ്രത്യേകിച്ച് മാം പറയാറുണ്ട്, മിക്കപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ ഈ ലാംഗ്വേജിന്റെ ഒരു പ്രശ്നം. അപ്പൊ ഓരോരുത്തരെയും സപ്പോർട്ട് ചെയ്യുന്നതും അതിലേക്ക് എന്തെങ്കിലും ഒരു മാമിന് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് റിലേറ്റ് ചെയ്ത് പറയുന്ന സമയത്ത് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ്, നമ്മൾ തന്നെ മോട്ടിവേറ്റ് ആവാറുണ്ട്. പല കാര്യങ്ങളും അങ്ങനെ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും മാമിന്റെ ഒരു ലാസ്റ്റ് ട്രൈ സക്സസ് ആവും, ഉറപ്പായിട്ടും വിംബിളിലേക്ക് എത്തിയത്. അതും ഒരു നമ്മുടെ ലാസ്റ്റ് ട്രൈ ആയിട്ട് നമുക്ക് കാണാം. വൺ ലാസ്റ്റ് ട്രൈ, ഇനി അതിന് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. താങ്ക് യു മാം. ഞാൻ കഴിഞ്ഞത് ചന്ദ്ര മാം ട്രെയിനർ ചെയ്യുന്നുണ്ടെന്നേ. ഞാൻ കഴിഞ്ഞത് അർച്ചന മാമിന്റെ അടുത്ത് പറഞ്ഞു, നമ്മളുടെ ആ മോർണിംഗ് സർക്കിളില് ചന്ദ്ര മാം ഒക്കെ, ബോബി മാം, ചന്ദ്ര മാം ഒക്കെ നന്നായി സംസാരിക്കും, നമുക്ക് അവരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കണം, അവരൊക്കെ നല്ല അവർക്ക് പറയാൻ കുറെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് ഞാൻ അർച്ചന മാമിന്റെ അടുത്ത് പറഞ്ഞു. അപ്പോഴാണ് അർച്ചന മാം പറയുന്നത് ചന്ദ്ര മാം ചെയ്യുന്നുണ്ട്, ട്രെയിനർ ചെയ്യുന്നുണ്ടെന്നൊക്കെ. അതെ, ഞാൻ ഇടയ്ക്ക് വിചാരിക്കും ഈ ബോബി മാം, ചന്ദ്ര മാം ഒക്കെ അവര് ശരിക്കും കുറെ അവരുടെ ലൈഫിൽ നിന്ന് എടുത്തിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയാറുണ്ടല്ലേ. ശരിക്കും അവർക്ക് പുതിയൊരു ടോപ്പിക് വേണ്ട, കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്താൽ തന്നെ നമുക്ക് ഈ മോർണിംഗ് സർക്കിളിലൊക്കെ നമുക്ക് ആ ഒരു ടോപ്പിക്കായിട്ട് കൊണ്ടുവരാൻ പറ്റും. എന്തായാലും ഇങ്ങനെ മാം അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക കുറച്ചും കൂടി. ഇപ്പൊ ചിലപ്പോൾ കുറച്ചൊരു ഇതുണ്ടാവും, ഇനിയിപ്പോ അതിന് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതോടൊപ്പം തന്നെ ഞങ്ങൾക്കും ഇവിടെ ഞങ്ങൾക്കും അത് മാമിന്റെ ഒക്കെ വാക്കുകൾ കേൾക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ താങ്ക് യു മാം. സജ്ജ മാം, താങ്ക് യു. എന്താ അറിയോ, ലൈഫിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം, പക്ഷെ മൈൻഡിലുള്ള ഇന്റൻഷൻ പറഞ്ഞാൽ നിങ്ങളൊക്കെ യങ്സ്റ്റേഴ്സ് ആണ്. അതിലിരുന്ന് ചിലപ്പോ ഞാൻ ചെയ്യാൻ പറ്റാത്തത് എന്തെങ്കിലും നിങ്ങൾക്കോ അതേ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിലൊന്ന് ഓവർകം ചെയ്തിട്ട് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് ഞാൻ എനിക്കുള്ള എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ എപ്പോഴും ഫീൽ ചെയ്ത് ലൈഫ് ഈസ് ദി ബെസ്റ്റ് ടീച്ചർ എന്നുള്ള ഫീലിംഗ് എനിക്ക് ഒരുപാട് അത് ഫീൽ ആയിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. അതെ, താങ്ക് യു മാം.
ഷജില മാം നല്ല ക്ലാസ് ആയിരുന്നു. നമ്മളെ ഈ ലാസ്റ്റ് ട്രയൽ വരുന്നവരായിരിക്കും നമ്മൾ ഈ ഗ്രൂപ്പിൽ നിൽക്കുന്നവരെല്ലാവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മളൊരു പഠന മേഖല കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ തിരിച്ചു വരണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് വന്നവരായിരിക്കാം ഇതിലുള്ളവരെല്ലാവരും. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ എനിക്കിപ്പോൾ ഞാൻ ചിന്തിച്ച സമയത്ത് ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ, ഞാനൊരു ട്രെയിനറാണ്, സൈക്കോളജിസ്റ്റാണ്, മോട്ടിവേഷൻ സ്പീക്കറാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരു ഗോളിലേക്ക് എത്തിച്ച ഒരു കാര്യം, എൻ്റെ വൈഫിനെ കല്യാണത്തിന് ശേഷം ഡിഗ്രി കഴിഞ്ഞിട്ട് പഠനം നിർത്തിയാണ്. പിന്നീട് ആ ഒരു ഗ്യാപ്പ്, ഒരു 10-12 വർഷത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും ഞാനത് എന്തെങ്കിലും ഒരു കോഴ്സിലേക്കോ വെറുതെ ഇരിക്കുന്നതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ചു. പക്ഷെ ഉള്ളിലൊരു പേടി കാരണം ആ ഒരു ഗ്യാപ്പ് കൊണ്ട് പിന്നീട് അത് ചെയ്യാനുള്ള മടി ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ പല രീതിയിൽ ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോഴും ആൾക്ക് ആ പേടി മനസ്സിൽ നിന്ന് മാറുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ പരിശ്രമം വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടിരിക്കും. എപ്പോഴും നന്നായിട്ട് എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും, ഓരോ കാര്യങ്ങൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കും. അങ്ങനെ വിമ്പിളിൽ ഞാൻ കണക്ട് ചെയ്യിപ്പിച്ചു. ഒരു ചെറിയൊരു വെബിനാറിൽ കണക്ട് ചെയ്തു. വർഷ മാമിൻ്റെ LD കോഴ്സിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. അതൊരു ആവശ്യമായിട്ടുള്ള കാര്യമാണെന്ന രീതിയിൽ അങ്ങനെ അത് ജോയിൻ ചെയ്യിച്ചു. അതിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാനൊരു ഗോള് മനസ്സിൽ വെച്ചിരുന്നു. അതിലേക്ക് ഇപ്പോൾ ഈ ഒരു ദിവസം ഇന്ന് തന്നെ അതിൻ്റെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ ഒരാള് ഇന്ന് തൃശ്ശൂരിൽ നടക്കുന്ന ഒരു അസസ്മെന്റ് ഉണ്ട് സ്കൂളിൽ വെച്ചിട്ട്. ആ ഒരു അസസ്മെന്റിന് വേണ്ടിയിട്ട് ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞാനത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആളെ എത്തിക്കണം എന്നുള്ള ഒരു എൻ്റെ ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ ആ ഒരു ഫോക്കസിലേക്ക് ഞാൻ ആളെ ബലപ്രയോഗത്തിലല്ല, നമ്മളെ ആ ഒരു മോട്ടിവേഷനിലൂടെ നമ്മൾ കൊണ്ടുവന്നിട്ട്, ഇപ്പോൾ നമ്മളെ റിയൽ ലൈഫിലും ഇത് ശരിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ഫാമിലി ലൈഫിലായാൽ പോലും നമ്മൾ ഒരു അറ്റൻഷൻ കൊടുത്തിട്ട് അതിലേക്ക് മറ്റുള്ളവരെ നമുക്ക് പതിയെ അതിന് ടൈം എടുക്കും. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരാൾക്കും ഒരു ബൗണ്ടറി വെക്കാതെ നമ്മൾ ആ ഒരു കാര്യത്തെ മുൻകൂട്ടി കാണുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള വലിയൊരു മെസ്സേജാണ്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് കഴിവുണ്ട്. നമ്മളായിട്ട് നമ്മൾക്ക് വെക്കുന്ന ബൗണ്ടറീസ് ആണ് നമ്മളെ ആ ഒരു മനസ്സിനെ ഇടുക്കി കളയുന്നതോ അല്ലെങ്കിൽ നമ്മളെ ചിന്തകളെ ചെറുതാക്കുന്നതും നമ്മളെ കഴിവിനെ കുറയ്ക്കുന്നതൊക്കെ എന്നാണ് ഈ ഒരു വലിയൊരു ടോപ്പിക് ഒന്ന് മനസ്സിലായത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. Haizam sir, congratulations, hats off to you, sir. താങ്ക് യു മാം. Good morning. Good morning. Good morning. ഷജില മാം, Thank you. നല്ല ടോപ്പിക് ആയിരുന്നു കേട്ടോ. പിന്നെ 2 minutes റൂളും സ്റ്റോപ്പ് ലൈൻ ടെക്നിക്കും ഒക്കെ ഇഷ്ടമായി കേട്ടോ. താങ്ക് യു. നമ്മൾ ഇതൊക്കെ ശ്രമിക്കാറുണ്ടെങ്കിലും ഇതിന്റെയൊക്കെ പേരൊക്കെ പഠിച്ചല്ലോ. പിന്നെ നല്ല ക്ലാസ് ആയിരുന്നു. ഞാനും ഉണ്ടല്ലോ ഒരു 12 വർഷം മുമ്പ് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്ത് അന്ന് ഭയങ്കര കാര്യമായിട്ട് കുറച്ച് നാളൊന്ന് ഓടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്തു. വണ്ടി എടുത്തില്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇപ്പൊ വീണ്ടും വണ്ടി എടുത്തു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ധൈര്യമില്ല. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാനിപ്പോ ഇത് കേട്ടപ്പോ ഇപ്പൊ സജിന മാം പറയും ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസിലൊക്കെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ഈ ലാസ്റ്റ് ചാൻസ് ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. താങ്ക് യു മാം, നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഓക്കെ. പിന്നെ ഇത് സ്കൂളിൽ പോകാൻ കുറച്ചു നേരേ ഉള്ളൂ നടക്കാൻ. അപ്പൊ ഞാൻ വിചാരിക്കും അതൊരു എക്സർസൈസ് ആവട്ടെ. പിന്നെ ടൗണിന്റെ അടുത്ത് തന്നെ, അപ്പൊ നമുക്ക് അത്യാവശ്യങ്ങളൊന്നും വരുന്നില്ല അങ്ങോട്ട് പോകാൻ. ഹോസ്പിറ്റൽ ആണെങ്കിലും ഷോപ്സ് ഒക്കെ ആണെങ്കിലും അടുത്ത് തന്നെ നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ എക്സ്ക്യൂസ് വെച്ച് അത്യാവശ്യം ഇല്ലല്ലോ, അങ്ങനെ പോകും. അപ്പൊ ക്ലാസ് ഒക്കെ കേട്ടപ്പോ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ സാർ ഒരു കാര്യം പറഞ്ഞല്ലോ, അതായത് തൃശ്ശൂര് ഇന്നൊരു അസസ്മെന്റിനായിട്ട് ഒരു വ്യക്തി വരുന്നു എന്നൊക്കെ. അതായത് സാധാരണ നമ്മളെ തന്നെ ഉയർത്താനും അല്ലെ അങ്ങനെ ശ്രമിക്കുന്ന കൂട്ടത്തിൽ സാർ ഇത്രയും കാര്യമായിട്ട്, അതായത് കൗൺസിലേഴ്സ് എപ്പോഴും മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ ഏറ്റവും ബെസ്റ്റ് ആക്കാനുമാണ് ശ്രമിക്കുന്നത് അല്ലെ. എന്നാലും സാർ അങ്ങനെ ചെയ്തതിലും അത് ഷെയർ ചെയ്തതിൽ കേട്ടോ സാറേ വളരെ നല്ലത്. താങ്ക് യു. പിന്നെ ചന്ദ്ര മാമിനോട് എനിക്ക് പറയാനുള്ളത്,
മാം ഒത്തിരി പോസിറ്റീവ് ആണ്, അതുകൊണ്ടാണല്ലോ മാം ഇവിടെ ഇരിക്കുന്നത് തന്നെ അല്ലേ, നമ്മളോട് ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് തന്നെ. പക്ഷെ പറയുന്ന ചില സമയത്ത് നമുക്ക് തോന്നും മാം ഒന്നും അല്ല എന്ന് മാം ചിന്തിക്കുന്ന പോലെ തോന്നും. അങ്ങനെയല്ല, മാം ഭയങ്കര ഗ്രേറ്റ് ആണ്, സൂപ്പർ ആണ് കേട്ടോ, നമുക്ക് ഇത്രയും ദിവസം കൊണ്ട് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ മാം എപ്പോഴും മാമിനെ ഒന്ന് കുറച്ച് കാണാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നുന്നു കേട്ടോ, എനിക്ക് തോന്നുകയാണോ എന്നറിയില്ല. മാം അങ്ങനെ പറയാനായിട്ട്, അതായത് എനിക്കെല്ലാം പറ്റിയതിൽ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് പോലെ, അങ്ങനെയല്ല കേട്ടോ മാം, സൂപ്പർ ആണ്. ഓരോ കുഞ്ഞു വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട് മാം ഒത്തിരി നല്ലതാണെന്ന്. പക്ഷെ കുറച്ച് നമ്മളിലുള്ള പോസിറ്റീവ്സ് കൂടുതൽ കൂടുതൽ കാണാൻ ശ്രമിക്കും തോറും നമ്മുടെ നെഗറ്റീവ്സ് അറിയാതെ അപ്രത്യക്ഷമാവും കേട്ടോ. നമ്മള് നെഗറ്റീവ്സിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. എല്ലാ ലൈഫിലും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. നമ്മൾ ഈ നെഗറ്റീവ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. നമ്മുടെ ലൈഫിൽ നമ്മൾ നല്ലതെന്ന് വിചാരിച്ചാണ് ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സംഭവിച്ചു പോയത് ഒന്നും നെഗറ്റീവ് അല്ല, നമ്മളത് ചെയ്ത സമയത്ത് വളരെ പോസിറ്റീവ് ആയതുകൊണ്ടാണ് നമ്മളത് ചെയ്തത്. പിന്നെ എപ്പോഴുമാണ് നമ്മൾ തിരിച്ചറിയുന്നത് അത് നെഗറ്റീവ് ആയിരുന്നു, അതായത് നമുക്ക് തെറ്റ് സംഭവിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇത് ഫെയിലർ ആയി എന്ന് മനസ്സിലാക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് സംഭവിച്ചു പോയതിനെ കുറിച്ച് ഒന്നും നെഗറ്റീവ് ആയിരുന്നെന്നോ അല്ലെ എനിക്ക് അങ്ങനെ കഴിഞ്ഞില്ലെന്നോ ചിന്തിക്കണ്ട. പകരം ഞാനത് ചെയ്ത സമയത്ത് അത് നെഗറ്റീവ് ആയിരുന്നു, ഞാൻ ചെയ്ത സമയത്ത് അത് പോസിറ്റീവ് എന്ന് കരുതിയാണ് ചെയ്തത്. പക്ഷെ അത് ചെയ്ത് ഫെയിലർ ആയപ്പോഴാണ് ഞാൻ അത് നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞത്. അതായത് ഈ 1000 ടൈംസ് നമ്മുടെ എഡിസൺ ബൾബ് കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തിയപ്പം അദ്ദേഹം എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അത് എനിക്ക് വളരെ നെഗറ്റീവ് ആയിപ്പോയി, എൻ്റെ ലൈഫ് അല്ലെ എൻ്റെ ഫാമിലി എല്ലാം ഫെയിലറായി, അവരെല്ലാം ഒത്തിരി സഫർ ചെയ്യുന്നു, അവർ ഭയങ്കരമായ ഒരു പതറ്റിക് കണ്ടീഷനിലാണ് എന്ന് ചിന്തിച്ച് തിരിച്ചു പോയിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് ബൾബ് കിട്ടില്ല അല്ലെ, വേറെ ആരെങ്കിലും കണ്ടുപിടിച്ചാലും എഡിസണിൽ നിന്ന് കിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തും ചെയ്തത് ആ സമയത്ത് പോസിറ്റീവായിരുന്നു. പിന്നെ നമ്മളത് തിരിച്ചറിയുവാണ്, അതിൽ 4 ലെസൺ പഠിച്ചിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു കുഞ്ഞു വാക്കിൽ പോലും പോസിറ്റീവായിരിക്കാനും നമ്മുടെ ചുറ്റും ആ ഒരു ലൈറ്റ് സ്പ്രെഡ് ചെയ്യാനും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമുക്കുണ്ടായ പാഠങ്ങളിൽ നിന്ന് ആ ടെൻഷൻ അല്ല മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്, പകരം ആ ഒരു എനർജിയാണ്, അവർ ആ ചെയ്തത് കൊണ്ട് അവർക്ക് നല്ലത് മാത്രമാണ് വന്നത് എന്ന ഒരു എനർജി വേണം നമ്മുടെ ചുറ്റുപാടുമുള്ളവർ നമ്മളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. താങ്ക് യു മാം, നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ, കുറേ ചിന്തിക്കാൻ പറ്റി. താങ്ക് യു സോ മച്ച്. ബോബി മാമിന്റെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്ലാസ് ആണ്. ചന്ദ്ര മാമിന്റെ പറഞ്ഞ പോലെ തന്നെ, മാം പറഞ്ഞ പോലെ തന്നെ മാമിന് നമുക്ക് ഇവിടെ ഈ സ്ഥലം മാറി വന്നതിന്റെ ലാംഗ്വേജിന്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു അല്ലെ, ഇവിടെ വരുമ്പോ ഒരു പോസിറ്റിവിറ്റി കിട്ടാറില്ലേ ചന്ദ്ര മാം? അപ്പൊ ഉറപ്പായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട, നമ്മൾ ഇവിടെ എല്ലാവരും ഉണ്ട് അല്ലെ, സപ്പോർട്ടായിട്ട്. അവിടെ പ്രായമോ ഒന്നും ഒരു പ്രശ്നമല്ല. അതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളെ പോലുള്ള ആൾക്കാരെ പരിചയപ്പെടാന്ന് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് തോന്നാറുണ്ട്. കാരണം പല പല പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെ ഇതിലുള്ളവർ പലരും. അപ്പൊ നമ്മളെല്ലാവരും ഒരുപോലെ ഒരു ഫ്രണ്ട്സ് എന്നുള്ള നിലക്ക് മാത്രമേ നമ്മൾ അതിനെ എടുക്കുന്നുള്ളൂ. അപ്പൊ അതൊക്കെ നമ്മളെ സംബന്ധിച്ച് അതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബോബി മാം പറഞ്ഞിട്ടുള്ള ഈ ഒരു ട്രൈ ചെയ്യുന്നു ഡ്രൈവിങ്, എനിക്ക് പറ്റിയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊക്കെ പറ്റും. ഞാൻ ഓരോ തവണ ഇപ്പോഴായാലും വണ്ടി എടുക്കുന്ന സമയത്ത് പേടിയാവുന്നേന്ന് പറഞ്ഞിട്ടൊക്കെ എടുക്കാറുണ്ട്. അപ്പൊ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊക്കെ പറ്റും. എന്തായാലും ട്രൈ ചെയ്യണം, അത് പറയാൻ വേണം ചെയ്തു എന്നുള്ളത്. ഓക്കെ, താങ്ക് യു മാം. അതുപോലെ നേരത്തെ ഹൈസാൻ സാർ പറഞ്ഞ പോലെ തന്നെ വൈഫിന്റെ കാര്യം പറഞ്ഞില്ല, അതില് ഒരു ഭാഗം ആവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ പോകുന്നുണ്ട് ഇന്നത്തെ തൃശ്ശൂർത്തെ ആ പ്രോഗ്രാമിന്, ഞങ്ങൾ എന്തായാലും മീറ്റ് ചെയ്യും. അതുപോലെ നമ്മൾ പറയുന്ന പോലെ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്, പേടിയാണെന്നൊക്കെ പറയുന്നതാണ്. പക്ഷെ നന്നായിട്ട് നമുക്ക് അതിൽ പെർഫോം ചെയ്യാൻ പറ്റും. നമ്മളുടെ ആ ഒരു കോൺഫിഡൻസിന്റെ ആ ഒരു പ്രശ്നമാണ്, ആ ഒരു ഗ്യാപ്പ് വന്നല്ലോ എന്നോർത്തിട്ടാണ് അവരുടെ ആ ഒരു പ്രശ്നം. എന്തായാലും അങ്ങനെ ആ ഒരു കൊണ്ടുവന്നതിന് ഹൈസാൻ സാറിന് വലിയൊരു താങ്ക്സ്. താങ്ക് യു. Hello, Shajila ma'am. It was a wonderful session. Actually, ഞാൻ സെക്കൻഡ് ഹാഫ് മുതലാണ് ജോയിൻ ചെയ്ത്. പെട്ടെന്ന് കറണ്ട് പോയി, അങ്ങനെ വൈഫൈ കണക്ഷൻ പോയിണ്ടായിരുന്നു. നമ്മള് മീൻസ് നമുക്ക് എല്ലാവർക്കും 36 above സ്കിൽസ് നമ്മളുടെ ഇന്നറിൽ ഉണ്ട്. ഇപ്പൊ ഹൈസം നേരത്തെ പറഞ്ഞതുപോലെ നമ്മളത് മീൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആൻഡ് അതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ആദ്യം നമ്മുടെ മൈൻഡ് സെറ്റിനെ സെറ്റാക്കിയാലേ നമുക്കിപ്പം എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ കഴിയും. നമ്മുടെ ഇന്നർ സ്ട്രെങ്ത് എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കോട്ട് വലിക്കുന്നുണ്ട്. ഇപ്പൊ മാം ഒരുപാട് എക്സാമ്പിൾസ് പറഞ്ഞു. അപ്പൊ എനിക്ക് ഓർമ്മ, ഞാൻ ആക്ച്വലി ഒരു സെഷൻ എടുത്തപ്പം ഞാൻ കുറെ
മീൻസ് നമ്മൾ ഒരുപാട് സംഭവങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമല്ലോ. അപ്പൊ അതിലുണ്ട് ഒരു ഹ്യൂമന് 36 അബോവ് സ്കിൽസ് ഉണ്ട്. അപ്പൊ ആ ഒരു സ്കിൽസിൽ ഈവൻ നമ്മളൊക്കെ കുറഞ്ഞ ജസ്റ്റ് ഒരു 2-3 സ്കിൽസ് മാത്രമേ നമ്മൾ മീൻസ് യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി വരുന്ന എല്ലാ സ്കിൽസും നമ്മൾ യൂസ് ആക്കുന്നില്ല. ആൻഡ് ഈവൻ ഇപ്പം ചന്ദ്ര മാമിന്റെ തന്നെ ചന്ദ്ര മാം മാഷാഅല്ലാഹ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സോറി ചന്ദ്ര മാം തന്നെ. അപ്പൊ ഞാൻ ജസ്റ്റ് ചന്ദ്ര മാമിനോട് പറയാണ്, മാം യുനോ നമ്മളെല്ലാവരും പറയുന്നുണ്ട് ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ, അവർ മൈൻഡ് സെറ്റ് ഇസ് വാട്ട് ട്രൂലി ഡിഫൈൻസ് അല്ലെ. നമ്മളെ മൈൻഡ് സെറ്റ് അല്ലേ നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ മാമിന്റെ സെഷന് വി ആർ ഓൾ ഈഗർലി വെയിറ്റിംഗ്. മാം എന്തായാലും ഒരു സെഷൻ എടുക്കണം. ആൻഡ് ബോബി മാം യൂട്യൂബ് ബോബി മാം ആണെങ്കിലും കാണാൻ അതിയായ ആഗ്രഹമുണ്ട് രണ്ടുപേരെയും. അപ്പൊ അതുകൊണ്ട് എന്ത് ആയാലും രണ്ടുപേരും മുന്നോട്ട് വരാം. ആൻഡ് ഷജില മാം, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വണ്ടർഫുൾ സെഷൻ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ഷജില മാം, നല്ല സെഷൻ ആയിരുന്നു. ഇപ്പം ലിഫ്ന മാം പറഞ്ഞില്ലേ ബോബി മാമിനെയും ചന്ദ്ര മാമിനെയും കാണാൻ അതിയായ ആഗ്രഹമുണ്ടെന്ന്. ചന്ദ്ര മാം നമ്മുടെ ക്ലാസ്മേറ്റ് ആണ്, പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സിൽ. മാം നന്നായിട്ട് സംസാരിക്കും, എല്ലാത്തിലും ഇൻവോൾവ് ആണ്. ഇന്നലെയും കൂടെ പറഞ്ഞേ ഉള്ളൂ മോർണിംഗ് സർക്കിളിൻ്റെ കാര്യം. അപ്പം മാം ഒരു ദിവസം ക്ലാസ് എടുക്കും. ബോബി മാമിനെ ഇന്നലെ CBTന്റെ ക്ലാസ്സിൽ കണ്ട്. അത് ബോബി മാം തന്നെ അല്ലേ? അതെ, ഞാൻ തന്നെയായിരുന്നു. ഞാനും ഓക്കെ. ഞാൻ ബോബി മാം കണ്ടിട്ടുണ്ട്. ബോബി മാം ഒരിക്കലും എന്റെ സെഷന് ഫീഡ്ബാക്ക് പറയുമ്പോൾ ഞാൻ കണ്ടു. അപ്പൊ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, മാമിനെ കാണാൻ സാധിച്ചല്ലോ. ഇന്നലെ CBTയുടെ ക്ലാസ്സിലുണ്ടായിരുന്നു മാം. എന്തായാലും കണ്ടതിൽ സന്തോഷം. ഷജില മാം നേരത്തെ ഈ സിനിമ നടന്മാരുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ ജോജു ജോർജ് ഉണ്ടല്ലോ, ജോജു ജോർജ് എനിക്കൊന്നൊരു 40 ഏജ് ഒക്കെ ആയിട്ടാണ് മെയിൻ സ്ട്രീം ഹീറോ ഒക്കെ ആയിട്ട് അഭിനയിക്കാൻ തുടങ്ങി. അതുവരെ സപ്പോർട്ടിങ് റോളായിരുന്നു, അവാർഡൊക്കെ കിട്ടിയ. അപ്പോൾ പുള്ളിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളിയോട് ഇങ്ങനെ ചോദിക്കും, ഇത്രയും കാലം ശ്രമിച്ചിട്ടും മടുപ്പ് വന്നില്ലേന്ന്. ആള് സപ്പോർട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും അതുപോലെ അസിസ്റ്റന്റ് ആയിട്ടും ഒക്കെ ഒരുപാട് കാലം വർക്ക് ചെയ്തതാണ്. അപ്പോൾ ആള് പറഞ്ഞൊരു മറുപടി എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഒരാളെ സ്നേഹിക്കുകയാണ്, അപ്പം തിരിച്ച് നമ്മളെയും ഇഷ്ടപ്പെടണം എന്നിങ്ങനെ പറഞ്ഞ് ഒരാളുടെ പുറകെ നടക്കുകയാണെങ്കിൽ അയാളോട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇന്ന ദിവസത്തിനുള്ളിൽ എന്നെ ഇഷ്ടപ്പെടണമെന്നോ എന്നെ സ്നേഹിക്കണമെന്നോ പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു കരാറ് വെക്കാൻ പറ്റില്ലല്ലോ. അതുപോലെയാണ് സക്സസ്സും. നമുക്കൊരു കരാറ് വെക്കാൻ പറ്റില്ല, നമ്മളതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതിൻ്റെ സമയമാകുമ്പോൾ അത് നമ്മളെ അടുത്തേക്ക് വരും എന്നാണ്. നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു സർ. അവസരേ നമുക്ക് നമ്മുടെ ട്രംപിനെ ഒക്കെ ഒരു ഇതാക്കാം അല്ലെ, 72 കഴിഞ്ഞിട്ടും പ്രസിഡന്റ് ഒക്കെ ആയിട്ട് ഇരിക്കുന്നില്ല. അതുപോലെ അതെ അതെ, കുറച്ച് ആളെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രം, വേറെ പ്രശ്നമൊന്നുമില്ല. അതെ ഇത് കാണില്ലായിരിക്കും. കണ്ടാലും മനസ്സിലാവില്ലല്ലോ മലയാളത്തിൽ. ഓക്കെ. നമ്മൾക്കൊന്നും വലിയ പ്രശ്നമില്ല, റാവു സാറിനാണ് പ്രശ്നം. കണ്ടാലേ അതെ അതെ, പൊക്കോളാൻ പറയും, ഇവിടെ നിൽക്കണ്ടെന്ന് അറിയാം. താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഗുഡ് മോർണിംഗ് ഷെജീല മാം, നന്നായിട്ട് പ്രസന്റ് ചെയ്തു. താങ്ക് യു. നല്ല ക്ലാസ്, കാര്യങ്ങൾ അറിയാൻ പറ്റി. അതുപോലെ ചന്ദ്രമാം മലയാളം എങ്ങനെയും പറയുന്നുണ്ടല്ലോ, മലയാളം അറിയാതെ. മലയാളം അറിഞ്ഞിട്ട് ചിലവർ പറയുന്നത് കേൾക്കുമ്പോഴാണ് ഒരുപാട് സങ്കടം. മാം പറയുന്നത് നമുക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. മാമിന് പിന്നെ ഉള്ളിലൊരു ഭയമാണ്. ഇന്നലെ ക്ലാസ്സിലും പറയുന്നുണ്ടായിരുന്നു മലയാളം ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. നല്ല ക്ലാസ് ആയിരുന്നു. ഒരു സ്ഥലത്ത് നിന്ന് വന്ന ഒരാളാവുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അവിടെ നമ്മൾ ആരും ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ലല്ലോ. ഇല്ല, പക്ഷെ എന്നിട്ട് മാം നന്നായിട്ട് പറയുന്നുണ്ട് മലയാളം. നമ്മൾ കേരളത്തിലുള്ള ആൾക്കാരനെ പുറത്ത് പോയിട്ട് മലയാളത്തിനെ ഒരു കൊച്ചാക്കി പറയില്ല. അവരിത് കേൾക്കുമ്പോൾ മാമൊക്കെ എത്രയോ ഉയർന്ന നിലയിലാണ് നിൽക്കുന്നത്. മാം നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഞാൻ എന്നാല് ചന്ദ്ര മാം മറ്റൊരു സ്ഥലത്തുനിന്ന് വന്നാണെന്ന് ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എൻ്റെ ഒരു ക്ലാസ്സിനും ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും സംസാരിച്ചപ്പോൾ ഈ പറയുന്ന സമയത്താണ് ഞാൻ അതിനെക്കുറിച്ച് അറിയുന്നത്. സത്യമായിട്ടും അങ്ങനെ ഒരു ചിന്തയിലും മനസ്സിലായിട്ടില്ല കേട്ടോ, സത്യമായിട്ടും. എൻ്റെ ഒരു അഭിപ്രായം, ഞാൻ ഈ മോർണിംഗ് സർക്കിളിൽ എപ്പോഴും ഉണ്ടാവാറില്ല, ഈ വെള്ളിയാഴ്ച മാത്രമേ ഉണ്ടാവാറുള്ളൂ.
അപ്പോൾ ചന്ദ്ര മാം ധൈര്യമായിട്ട് സംസാരിക്കുക. എന്ത് മിസ്റ്റേക്കുകൾ വന്നാലും അത് അംഗീകരിക്കുന്ന ഒരു ടീമിൻ്റെ മുമ്പിലാണ് നമ്മൾ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ഫുൾ സപ്പോർട്ട് ചെയ്യും. ഞാൻ കഴിഞ്ഞ നിങ്ങളെപ്പോലെ തന്നെ ഒരു ട്രെയിനിങ് സെക്ഷനിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ, ലിഫ്ന മാമിന് അറിയാം, ഇതുപോലെ പേടിയായിരുന്നു സംസാരിക്കാൻ. അവർ ബിന്ദു മാം അല്ലേ? ബിന്ദു മാം, ബിന്ദു മാം. അവർക്ക് മലയാളം ഫ്ലുവൻ്റ് ആയിട്ട് കിട്ടില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ അരമണിക്കൂർ സെക്ഷൻ മോർണിംഗ് സർക്കിളിലും അതേപോലെ തന്നെ 1 മണിക്കൂർ സെക്ഷൻ ഫ്ലുവൻ്റ് ആയിട്ട് അതിൽ ഇംഗ്ലീഷും ചെറിയ രീതിയിൽ ഉപയോഗിച്ചിട്ട് ബാക്കി മലയാളത്തിൽ തന്നെ സംസാരിച്ച് ആ ഒരു കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്. ആ ഒരു ലാസ്റ്റ് നമ്മളെല്ലാവരും അത്രയും സപ്പോർട്ട് ചെയ്തിരുന്നു അവരെ. അപ്പോൾ അത് നമുക്കുള്ളിലുള്ള ഒരു പേടി മാറ്റുകയാണ്. നമ്മൾ എന്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമായിട്ടാണ് എനിക്ക് മോർണിംഗ് സർക്കിളിനെ കാണാൻ കഴിയുന്നത്. ഏതൊരു ആൾക്കും ഇപ്പോൾ ഇതിൽ തന്നെയുള്ള ഒരു 10-30 പേര് നമ്മളെ ഈ ഒരു ക്ലാസ്സിൽ തന്നെ ഉണ്ട്. അതിലുള്ളവർ പോലും പിറകോട്ട് നിൽക്കാതെ മുന്നോട്ട് വരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണിത്. എത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഉറപ്പായിട്ടും കറക്റ്റ് അതെ, ആണ്. ഇന്നലെ ഈ കാര്യം ഫൈസൽ സാറും പറഞ്ഞിരുന്നു നമ്മുടെ ട്രെയിനേഴ്സിന്റെ ക്ലാസ്സിൽ ബിന്ദു മാമിനെ പറ്റിയിട്ട്. അപ്പം എന്തായാലും ചന്ദ്ര മാം വരും, സജ്ജന മാം നമുക്ക് അതെ ഒരു ദിവസം കൊണ്ടുവരണം. അതെ, ഏറ്റവും നല്ലൊരു സ്ഥലമായിട്ട് ഇതിനെ കാണാം. കാരണം നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ചന്ദ്ര മാം. അതെ, ഈച്ച് ആൻഡ് എവറി കോർണേഴ്സ് എന്താ പറയാ വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട് മാം. അപ്പൊ അവിടെ ഒരു ലാംഗ്വേജ് നോട്ട് എ ബാരിയർ. നമ്മൾക്ക് എന്താണോ കിട്ടുന്നത് എന്നല്ലേ നോക്കണ്ടേ, അത് മാമിന്റെ എന്തായാലും മാം എന്നെ വളരെ എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്കൊന്ന് കറേജ് ഗ്യാദർ ചെയ്യട്ടെ. പിന്നെ ഷോർട്ട്ലി ഫ്യൂ മോർ മന്ത്സ് വിത്ത് യു പീപ്പിൾ ആൻഡ് ദെൻ ഞാനും ഇതിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കാം മാം. താങ്ക് യു ഓൾ. ആൻഡ് മാം പറഞ്ഞ മാതിരി ഇന്നത്തെ സെഷൻ വന്നിട്ട് ഒരു ലാസ്റ്റ് ട്രൈ മൈൻഡിലുണ്ട്. ബട്ട് കോൺഫിഡൻസും കറേജും at this time ഇല്ല. I'll be shortly doing. Thank you all. താങ്ക് യു മാം. നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ കുറച്ച് ദിവസമായിട്ടുള്ള ക്ലാസ്സിൽ കയറിയിട്ട് ക്ലാസ്സിൽ വയ്യാതായപ്പോഴാണ് ശരിക്കും ഞാനിൽ ജോയിൻ ചെയ്തത്. ഇതുവരെ അത് മുഴുവനായിട്ട് മാറിയിട്ടില്ല. എന്നാലും ഞാൻ പരമാവധി സമയം വൈകിയാലും ഞാൻ കയറാൻ ശ്രമിക്കാറുണ്ട്. മാം പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഈ പേരുകളൊക്കെ ഇപ്പോഴാണ് അറിയണമെങ്കിലും ചെയ്തതൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ. നല്ല ക്ലാസ് ആയിരുന്നു മാം. ചന്ദ്ര മാമിനും ബോബി മാമിനൊക്കെ നല്ല സൗണ്ട്, നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി ഒക്കെ ഉള്ളവരാണ്. അവരും ഫ്രണ്ടിലേക്ക് വരണം. ഹൈഷം സാർ പറഞ്ഞ പോലെ തന്നെ സാറിൻ്റെ വൈഫിനെ കൊണ്ടുവന്നതിൽ ഭയങ്കര സന്തോഷമായി കേട്ടപ്പോൾ. ഞാൻ സ്വന്തമായിട്ട് ഇവിടെ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ. തൃശ്ശൂർ ഏത് ക്ലാസ്സിന് നിങ്ങൾ പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് വരാൻ പറ്റുമോ? ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഒരു ക്യാമ്പാണ്, അസസ്മെന്റ് ക്യാമ്പ് സ്കൂളിൽ. ഓക്കെ ശരി. താങ്ക് യു മാം. നല്ല ക്ലാസ് ആയിരുന്നു. ഹായ് മാം, എൻ്റെ പേര് ഫൗസിയ ഹനീഫ്. സംസാരിച്ചോട്ടെ? പറഞ്ഞു. ഞാന് കുറച്ച് ദിവസങ്ങളായി നമ്മളെ ഈ ഗ്രൂപ്പിലുണ്ട്. പക്ഷെ ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ സെഷനിൽ കയറിയിട്ടുള്ളത്. പല കാരണങ്ങൾ കൊണ്ടും പറ്റാറില്ല. അപ്പൊ ഞാൻ ആദ്യം ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു. എന്നിട്ട് പിന്നെ മോളൊരു സർജറിക്ക് വേണ്ടിയിട്ട് എനിക്ക് അതിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ടി വന്നു. അതിന് ശേഷമുള്ളൊരു ലോങ് ഗ്യാപ്പിനിടയിലാണ് ഞാൻ LDയുടെ വർഷ മാമിന്റെ ആ ഒരു സെഷന് ഞാൻ ജോയിൻ ആയത്. അതിനുശേഷം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ആ ഒരു ഫീൽഡ് ഞാൻ ഇപ്പോഴും എന്താ പറയാ, എനിക്ക് ടീച്ചിങ് ഫീൽഡ് അത്രയും ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്. ഞാനിപ്പോൾ MTTC ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ട് കുറച്ച് നല്ല സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ സ്കൂളുകളിൽ ജോയിൻ ചെയ്യാം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ആദ്യം ഞാനൊരു പ്രീ സ്കൂളിലായിരുന്നു ഉണ്ടായിരുന്നത്, ഹെവൻസ് പ്രീ സ്കൂളിൽ.
ഇപ്പോ സത്യം പറഞ്ഞാൽ അതിന്റെ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കയറിയത്. പക്ഷെ എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റി. എന്റെ ഞാൻ വിട്ടൊഴിഞ്ഞ് മാറി നിൽക്കാണ്ട് ഇതിലേക്ക് വരുമ്പോ അതായത് കൂടുതൽ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് നമ്മൾ പുതിയ മേഖലയിലേക്ക് വരുമ്പോൾ അത് ഒരിക്കലും ഗിവ് അപ്പ് ചെയ്ത് പോവാണ്ട് പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് നമ്മളെ ഡ്രീമിൽ എത്തിച്ചേരാൻ പറ്റും എന്നുള്ള ഒരു റിസൾട്ട് എനിക്ക് ഇതിന്റെ പകുതി വെച്ച് കയറിയതാണെങ്കിൽ പോലും പകുതി കുറച്ചധികം കഴിഞ്ഞിട്ടാണ് ഞാൻ കയറിയത്, എനിക്ക് കിട്ടി. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. മുന്നോട്ട് ഷെജില വരാനായിട്ട് മാം, ആ ഗുഡ് പറഞ്ഞു. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഇന്നത്തെ ക്ലാസ് ഫുൾ മോട്ടിവേഷൻ. രാവിലെ 8:30 മണിക്ക് കയറി, പിന്നീട് അവിടെ നിന്ന് ഫുൾ മോട്ടിവേഷൻ. ഫുൾ അടിപൊളി സെക്ഷൻ ആയിരുന്നു. ഹാപ്പി. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സർ. അൻസാർ സാറേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ മാം. അതായത് നമ്മൾ ഈ മോർണിംഗ് സർക്കിളിൽ കയറുമ്പം നമുക്ക് ഈ ക്ലാസ് ആണോ അതോ നമ്മൾ ഈ പരസ്പരമുള്ള ഒരു നമ്മൾ അതിന്റെ കമന്റ്സ് പറയുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അതല്ലേ നമ്മൾ കുറച്ചും കൂടെ ഒരു ഹാപ്പി ആക്കി നമ്മൾ, അതായത് നമുക്ക് മോർണിംഗിൽ കുറച്ച് പോസിറ്റീവായ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും കേൾക്കാനും ഒക്കെ പറ്റുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി അല്ലേ നമ്മളെ വീണ്ടും വീണ്ടും ഇതിലേക്ക് കൊണ്ടുവരുന്നത്? സത്യം പറഞ്ഞ അതെ, ഞാനിതിൽ എന്നെ ഇതിൽ പിടിച്ചിരുത്തിയത് ആ ഒരു സംഭവമാണ്. അടിപൊളി സെഷനാണ്. ഞാനേ ഇങ്ങനെയല്ലായിരുന്നു, എന്റെ ലൈഫേ ഇങ്ങനെ ആയിരുന്നില്ല. പല ഒരു കൺസിസ്റ്റൻസി അല്ലാത്ത ഒരു പരിപാടികളിലൂടെ ഞാൻ പോയിക്കൊണ്ടിരുന്നായിരുന്നത്. ഉറക്കം തോന്നണ സമയത്ത് ഉറക്കം, തോന്നുന്ന സമയത്ത് എണീക്കല്, അങ്ങനെ ആയിരുന്ന ഞാനായിരുന്നു. ഇപ്പോ ഞാൻ എത്ര നേരത്തെ ഉറങ്ങാൻ പറ്റും അത്ര നേരത്തെ ഉറങ്ങി കറക്റ്റ് 4-4:30 ആ ടൈമിനുള്ളിൽ എങ്ങനെയായാലും ഞാൻ എഴുന്നേൽക്കും. ഈ കൃത്യമായിട്ട് ക്ലാസ് കേട്ടിട്ട് ഈ ഫീഡ്ബാക്കുകൾ ഇങ്ങനെ കേട്ടിട്ട് നല്ല രസമാണ്. ഒരു പ്രത്യേക ഒരു വൈബാണ്. അത് കേട്ടില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥത ഇപ്പോ. അതായത് ഞാൻ വേറൊരു ക്ലാസ്സിൽ നമ്മുടെ വിമ്പിളിന്റെ തന്നെ കയറിയപ്പോ ഇങ്ങനെ കേട്ടത്, നമ്മുടെ മോർണിംഗ് സർക്കിൾ നല്ല രസമാണ്, ഒള്ളി പോസിറ്റീവ്സ് മാത്രമാണ് അവിടെ പറയുന്നത്, പക്ഷെ നമ്മൾ അതൊന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലേ എല്ലാവരും? അതെ അതെ, നെഗറ്റീവ്സ് കേൾക്കാതെ നമ്മളിങ്ങനെ പോസിറ്റീവ്സ് മാത്രം കേൾക്കുമ്പോൾ അതിനെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം ഉണ്ടല്ലേ എല്ലാവരുടെയും മനസ്സിൽ. അതെ അതെ അതെ, സത്യം. എനിക്ക് തോന്നണതേ ഷജില മാം കൃത്യമായിട്ട് വീഡിയോ ഓൺ ആക്കാതെയായിരുന്നു ക്ലാസ് എടുത്തോണ്ടിരുന്നത്. ഞാൻ ഇതുവരെ വീഡിയോയില് കണ്ടിട്ടില്ലേ ഷജില മാമിനെ. അപ്പൊ ഞാനത് പറയാൻ വരികയായിരുന്നു മാമ. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഇനി നല്ല കിട്ടുന്നത് പറഞ്ഞിട്ടാണ് മാം പേടിച്ചിട്ടാണ് തോന്നുന്നുണ്ട് ഓണാക്കി കിട്ടാണ്. എന്തായാലും വളരെ നല്ല പ്രശ്നമായിരുന്നു. എല്ലാവരോടും ഇഷ്ടം, സന്തോഷം. എല്ലാ ദിവസവും ഓരോരുത്തരെ കേട്ടില്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥത തന്നെ. ഇപ്പൊ ഓരോരുത്തരുടെയും ഫേസ് നമ്മുടെ ഉള്ളിലുണ്ട്. ചന്ദ്രമേം ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ബോബി മേം ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ ആരും നേരിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ ഇതിലേക്ക്. അപൂർവ ആളുകൾ മാത്രം കണ്ടിട്ടുണ്ടാവുള്ളൂ, അപൂർവം. അതെ, ഇപ്പൊ നമുക്ക് ആ സൗണ്ട് കേട്ടില്ലെങ്കിൽ നമ്മൾ ഒരു മിസ്സിംഗ് അല്ലേ? അതെ അതെ അതെ, ഞാൻ പറഞ്ഞേ നമ്മളുടെ ഈ പരിപാടി കോമഡി സ്റ്റാർസിലൊക്കെ കൊണ്ടുവരാണെങ്കിലേ അവരിത് വെച്ചിട്ട് ഒരു ട്രോളൊക്കെ ഇറക്കി വിടും, കോമഡി ആയിട്ട് എടുക്കും. ഇന്ന ആൾക്കാർ ഇന്ന ക്ലാസ് കഴിഞ്ഞാൽ ഇന്ന ആൾക്കാര് അതില് ഫീഡ്ബാക്ക് പറയും. അതില് ഓരോരുത്തരെ കറക്റ്റ് ആയിട്ട് നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റിയ വോയിസ് സ്ട്രോങ്ങിലുണ്ട്, അതെല്ലാവരും മനസ്സിലുണ്ട്. അത് ഇതിൽ അങ്ങനത്തെ അത്ര പെർഫെക്ഷൻ ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് പറയും. ഞാൻ അങ്ങനെ ഒരു ദിവസം പറയണത് വിചാരിച്ചിട്ടുണ്ട്, ഫ്രീ ആയിട്ട് ഓരോരുത്തരുടെ കമന്റ് സെക്ഷനിൽ. അപ്പൊ അൻസാർ സാറ് ഷെജില മാമിനെ പേടിപ്പിച്ചല്ലേ? ചെറുതായിട്ട്. ഞാനല്ല റൗസാറ പറഞ്ഞത്. ആരെ പേടിപ്പിച്ചെന്ന്? റൗസാറെ പേടിപ്പിച്ചതാണ് ഷജില മാമിനെ. ഷജില മാം ക്യാമറ ഓൺ ആക്കാൻ പറ്റില്ല, ക്യാമറ ഓൺ ആക്കാൻ പറ്റില്ല എന്ന് ഇങ്ങനെ പറയും. ഞാൻ പറഞ്ഞു ഞാൻ വരെ ഓൺ ആക്കി, പിന്നെ എന്താ മാമിന് പ്രശ്നം എന്ന് വെച്ചാ ഇന്നെന്തായാലും ഓൺ ആക്കിയിട്ടുണ്ട്. മക്കളെയൊക്കെ എങ്ങോട്ടോ മാറ്റി നിർത്തിയെന്ന് തോന്നുന്നുണ്ട്. താങ്ക് യു അൻസർ സർ. ഇത് അതല്ല, ഒരു മിനിറ്റ്. ഇത് മാമിന്റെ 1 ലാസ്റ്റ് സെഷൻ ആയിരുന്ന അത് ഞാൻ പറയാൻ വന്നതാണ്. ഞാൻ റെമഡിയേറ്റേഴ്സ് ക്ലബിൽ 1 hour സെഷൻ ഒക്കെ എടുത്തിട്ടുണ്ട് വീഡിയോയിൽ തന്നെ. അതെന്ന് പറഞ്ഞാല് നമ്മൾക്ക് ഒരു ഉച്ചയായ ടൈമിലാണ് ഉണ്ടാവുക. ഇതെന്ന് പറഞ്ഞാലേ ഇവരുടെ മക്കൾ മദ്രസയിലൊക്കെ പോണ ഒരു ടൈം ആയതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ട് ഇങ്ങനെ ആവുമ്പോൾ കുഴപ്പമില്ല. ഇപ്പൊ കുറെ ആയി എല്ലാവരും വരുമ്പോ തന്നെ ഇങ്ങനെ പറയും വീഡിയോയിൽ വരുന്നില്ല എന്നിങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ ജസ്റ്റ്
വരാം. അപ്പൊ ഞാൻ വെള്ളിയാഴ്ച അതുകൊണ്ട് സെലക്ട് ചെയ്തതാണ്. എന്നാലും കുട്ടികളൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. അവര് വെച്ചാല് അവരുടെ എഴുന്നേൽക്കുമ്പോഴുള്ള ആ ഒരു കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് എനിക്കത് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പൊ നമ്മൾ വീഡിയോയിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്ലോ പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വരാണ്ട് ഇരിക്കുന്നത്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. എൻ്റെ ലാസ്റ്റ് ട്രൈ ഒന്നല്ല, ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ്. അല്ല, ഷജില മാം നിങ്ങളൊന്നും കരുതുന്ന പോലെ അല്ല കേട്ടോ. നമ്മളെയൊക്കെ ഗുരുവാണ്. അപ്പം അതിൻ്റെതായ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്. സജന മാം നോട്ട് ദ പോയിന്റ്, വെള്ളിയാഴ്ച സെഷൻ മാത്രം കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ ഇതുപോലെ വീഡിയോയിൽ വരണം. ഇൻഷാല്ലാ. പിന്നെ ഇപ്പൊ സർ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഈ നമ്മൾ ഈ മോർണിംഗ് സർക്കിളിൽ എപ്പോഴേ ഞാൻ 11ാമത്തെ സെഷനാണ് ഇപ്പൊ എടുക്കുന്നത്. അപ്പൊ അതിൽ ഞാൻ ആദ്യമേ പറയായിരുന്നു, എനിക്ക് ഈ സെഷൻ എടുക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ ഇൻട്രസ്റ്റ് ഈ ഒരു ഇന്ററാക്ഷൻ ആണ്. ഞാൻ ഇടക്കിടക്ക് പറയായിരുന്നു, ഞാൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും പറയാൻ, ആരെങ്കിലും എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട്. അത് നമ്മൾക്ക് ഫീഡ്ബാക്ക് തരുന്നതിനേക്കാട്ടിലും അപ്പുറം അതല്ല, ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ അത് മിക്ക ക്ലാസ്സുകളിലും പറയാറുണ്ട്, അതാണ് കൂടുതൽ ഞാൻ എടുക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടം, കേൾക്കാൻ ഇഷ്ടം അങ്ങനത്തെ എക്സ്പീരിയൻസുകളാണ് എന്നുള്ളത്. ഇപ്പൊ ബോബി മാം പറഞ്ഞ പോലെ തന്നെ അതൊരു പ്രത്യേക ഇതാണ്. ഇപ്പൊ നമുക്ക് ഓരോരുത്തരെ അറിയാം അല്ലെ, നമ്മളൊരു വീട്ടിലുള്ള ആളുകളെ നമുക്ക് എങ്ങനെയാണ് അറിയാവുന്നത്, അതുപോലെ ഓരോരുത്തർ മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം അവർ വന്നില്ല, എന്തേ കയറാത്ത അല്ലേ, അതൊക്കെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിനെ കുറിച്ചിട്ട് അറിയാം, ഓരോരുത്തർ എങ്ങനെയാണ് എന്താണെന്നൊക്കെ. ഞാനിപ്പോ ഒരു 2-3 ദിവസമായിട്ട് വിചാരിക്കുന്നേ, നമ്മുടെ ജിഷ മാമിനെ കാണുന്നില്ലല്ലോ എന്ന്. ഇന്നലെ വിചാരിച്ചു സജന മാമിനോട് ചോദിക്കണമെന്ന്. ജിഷ മാം എന്തൊക്കെയോ ഭയങ്കര തിരക്കുകളായിട്ട് നടക്കുക. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതില് ഇപ്പൊ ആള് തീരെ ആക്റ്റീവ് അല്ല. കൊറേ 2 ദിവസമൊക്കെ എത്തുമ്പോഴാണ് ആള് വരുന്നത്. എന്തൊക്കെയോ തിരക്കുകൾ ഉണ്ടെന്നാ പറഞ്ഞത്. ജിഷ മാം 2 ദിവസം മുമ്പത്തെ മെസ്സേജിനൊക്കെ റിപ്ലൈ വിടാറുണ്ട്. തിരക്കിലാണെന്ന് തോന്നുന്നു. അതായത് 2 ദിവസം മുമ്പൊക്കെ നമ്മള് ഇന്ററാക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, മെസ്സേജസ് ഉണ്ടല്ലോ ഗ്രൂപ്പില്, അതിനൊക്കെ പിന്നെയായിരിക്കും ആള് മെസ്സേജ് ഇടുക. 2 ദിവസം മുമ്പുള്ളതിനെ അത്രയും ആള് എന്തോ തിരക്കിലൊക്കെ പെട്ടിരിക്കാണ്. ഓക്കെ താങ്ക് യു മാം. ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ? അതെ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും ആക്റ്റീവായിട്ട് അറ്റൻഡ് ചെയ്തതിൽ. പിന്നെ കുറച്ച് പേര് ഇങ്ങനെ സ്ഥിരം കമന്റ്സ് ഇടുന്നവരൊക്കെ ഉണ്ട്. അക്ഷര മാം, സൗമ്യ മാം, പിന്നെ നിഷ മാം, കുറെ പേരുണ്ട്, സഫ്ന മാം. എല്ലാവർക്കും താങ്ക് യു. വിനയ മാം, സാറാണോ മാം ആണോ എന്ന് അറിയില്ല. എല്ലാവർക്കും താങ്ക് യു. അടുത്ത സെഷന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലെ? ഇപ്പോ സജന മാം 200ാമത്തെ എപ്പിസോഡ് ആവാനായിട്ടുണ്ടല്ലോ അല്ലെ? അടുത്ത ആഘോഷം. അതെ 200 ആവാറായിട്ടുണ്ട്. താങ്ക് യു. സജന മാം കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഓരോ രാവിലെ തുടങ്ങൂല്ലേ, അതിനുള്ള നാളത്തെ ആള് റെഡി അല്ലേ എന്നുള്ള അന്വേഷണം. എന്തായാലും അങ്ങനെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ മുന്നോട്ട് നല്ല സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ഡിലേ വരുന്നില്ല. താങ്ക് യു ഓൾ. താങ്ക് യു.